Hello, my dear friends. നമ്മുടെ +1 ബോർഡ് എക്സാം ബേസിൽ 3 ചാപ്റ്റേഴ്സ് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ്, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ, ഇങ്ങനെ ഈ 3 ചാപ്റ്റേഴ്സിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ബോർഡ് എക്സാം ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്. അതിലെ ബോർഡ് എക്സാം ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സോ നമുക്ക് ആദ്യമായി അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ ചോദ്യമാണ് വരുന്നത്. സോ ഇതിലെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ലെൻറ്റിസെൽസ് ആൻഡ് സ്റ്റൊമാറ്റ എന്നുള്ളതാണ്. സോ നമ്മൾ ഒരുപാട് പരിചയിച്ച പദങ്ങളാണ് ലെൻറ്റിസെൽസ് ആൻഡ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. നത്തിങ് ബട്ട് എന്താ സ്റ്റൊമാറ്റ ആൻഡ് ലെൻറ്റിസെൽ എന്ന് പറയുന്നത്? സ്റ്റൊമാറ്റ which is meant for the gaseous exchange and lenticels are also meant for the gaseous exchange. ഇപ്പോൾ ഒരു പ്ലാന്റിന് ഓക്സിജൻ സംടൈംസ് റെസ്പിറേഷന് വേണ്ടി എടുക്കേണ്ടതുണ്ട്. അതുപോലെ ഫോട്ടോസിന്തസിൻ്റെ ഫലമായിട്ടുള്ള ഫോട്ടോസിന്തസിൻ്റെ ഫലമായിട്ടുള്ള ഓക്സിജൻ റിലീസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ റെസ്പിറേഷന് വേണ്ടി ഓക്സിജൻ എടുക്കേണ്ട സാഹചര്യമുണ്ട്. സോ ഇവിടെ ആ ഗ്യാസ് എക്സ്ചേഞ്ച് നടത്താനുള്ള 2 പോസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. സോ സ്റ്റൊമാറ്റ ആർ സെഡ് ടു ബി ദ pores which are present on leaf and lenticels are present on stem. So this is the major difference between the stomata and lenticels. Now you come to the stomata. Stomata നമുക്ക് ഡൈക്കോട്ടിലും മോണോക്കോട്ടിലും 2 ഡിഫറൻ്റ് ആണ്. So we have studied the structure of the stomata. That is dicots we have shape എന്ന് പറയുന്നത് kidney shape, bean shaped stomata, and you have the dumbbell shaped stomata present on the monocots that we have studied. So lenticelsum സ്റ്റൊമാറ്റയും ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഡിഫറൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അത് ഒന്ന് കാണുന്നത് സ്റ്റെമിൽ ലെൻറ്റിസൽ പ്രസന്റ് ഓൺ ദി സ്റ്റെം ആൻഡ് ദി സ്റ്റൊമാറ്റ പ്രസന്റ് ഓൺ ലീവ്സ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് നൗ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് വാട്ട് ആർ ദ 3 types of meristematic tissues? So simple question, meristematic tissue. So what is meristematic tissues first? എന്താണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് നോക്കാം. സോ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത് the cells which are capable of division. Continuously rapidly growing cells are called as the meristem. So when you consider the meristematic tissue, we have 3 types. That is, we have apical meristem, and this apical meristem can be divided into root apical meristem and shoot apical meristem, and you have one another meristem that is said to be your lateral meristem. Lateral meristem ആണ് സെക്കൻഡറി ഗ്രോത്തിന് വേണ്ടി സഹായിക്കുന്നത്. Then you can observe another meristem that is said to be your intercalary meristem. So these are the 3 types of meristem. So intercalary meristem എവിടെ കാണുക? ഗ്രാസിലെല്ലാം എലോങ്കേഷന് വേണ്ടി സഹായിക്കുന്ന മെരിസ്റ്റം ആണ് ഈ ഇന്റർകാലറി മെരിസ്റ്റം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഗ്രാസ് എല്ലാം ഗ്രേസിങ് ആനിമൽസിൻ്റെ അവർ ഭക്ഷിച്ചതിന് ശേഷവും അത് എലോങ്കേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് കാരണം എന്താ? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് ഇന്റർകാലറി മെരിസ്റ്റം, ആൻഡ് ദിസ് എപ്പിക്കൽ മെരിസ്റ്റം ഈസ് റെസ്പോൺസിബിൾ ഫോർ increase in the length, and the lateral meristem increase in the girth or the thickness of the plant. So this is the answer for the second question. And now you come to the next question, that is, why are phloem and xylem complex tissues? അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കൂ. Why are phloem and xylem are complex tissues? അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് സൈലവും ഫ്ലോയും കോംപ്ലക്സ് ടിഷ്യൂ ആയതെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലാതെ ഏതെല്ലാമാണ് കോംപ്ലക്സ് ടിഷ്യൂ എന്നല്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു നോ വാട്ട് ഈസ് ദ സിമ്പിൾ ടിഷ്യൂ ആൻഡ് കോംപ്ലക്സ് ടിഷ്യൂ. എന്താ സിമ്പിൾ ടിഷ്യൂ എന്ന് പറയുന്നത്? സെയിം ടൈപ്സ് ഓഫ് സെൽസ് ആർ അഗ്രഗേറ്റഡ് ടു ഫോം വാട്ട്? സെയിം ടൈപ്പ് ഓഫ് സെൽസ്, ദാറ്റ് ഈസ് സെഡ് ടു ബി സിമ്പിൾ ടിഷ്യൂ. ദെൻ കോംപ്ലക്സ് ടിഷ്യൂ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് cells. Okay, so ഈ സൈലവും ഫ്ലോയവും നമുക്ക് എന്തുകൊണ്ടാണ് കോംപ്ലക്സ് ടിഷ്യൂ ആകുന്നത്? ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്. സോ വിച്ച് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്? സോ ദി സൈലം കണ്ടെയ്ൻസ് 4 elements, tracheids, then you have the vessels,
then fibers, and you have the parenchyma. So xylem fibers and xylem parenchyma, all these things create xylem. And now you come to the phloem. So നമുക്ക് ഫ്ലോയത്തിലും ഇതുപോലെ 4 components ഉണ്ട്. So which are the 4 components of this phloem? That is, you have the sieve tubes, then companion cells, again you have the same, that is fibers and parenchyma. Okay, so all these 4 things create the phloem. So ഇങ്ങനെ different types of cells aggregate ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ xylem phloem complex tissues എന്ന് പറയുന്നത്. So this is a simple answer for the question. Okay, now we move to the next question, that is, what are God cells? Simple question, what are God cells? God cells, guiding. Okay, so this stomata, for example, bean shaped stomata like this, bean shaped God cell. So this is the stomatal pore, and the opening and closing of the stomata is regulated by which cell? That is your God cell. So this is the God cell. Okay, അപ്പോൾ സ്റ്റൊമാറ്റയിൽ നമുക്ക് ഗോഡ് സെൽസിന്റെ ഷേപ്പ് ആണ് ഡിഫർ ആകുന്നത്. സ്റ്റൊമാറ്റയിലെ ഡൈക്കോട്ടിലെ you can observe the bean shaped God cell, and you can observe the dumbbell shaped God cells in the monocot. അപ്പോൾ ഇവിടെ നമുക്ക് God cells are the one that regulate the opening and closing of the stomata. എങ്ങനെയാണത് ഓപ്പൺ ക്ലോസിങ് എങ്ങനെ റെഗുലേറ്റ് ചെയ്യുക? ബൈ ദി എൻട്രി ഓഫ് വാട്ടർ അല്ലേ? വാട്ടർ അകത്തേക്ക് കയറുമ്പോൾ അത് ടർജ്ഡ് ആകും, അതോടെ ദിസ് ഓപ്പൺ ഓർ ദിസ് സ്റ്റൊമാറ്റൽ അപ്പർച്ചർ എക്സ്പോസ്ഡ് ആകും. വെൻ ദിസ് വാട്ടർ ഗെറ്റ് ഔട്ട് സൈഡ് എന്താ സംഭവിക്കുക? സെൽ വിൽ ഷ്രിങ്ക്. സോ ദാറ്റ് ഓപ്പണിംഗ് എന്താ ചെയ്യുക? അത് എക്സ്പോസ്ഡ് അല്ലാതാകും. Okay, so this is the answer for the question. What are God cells? God cells are the one that regulate the opening and closing of stomata, and the shape of God cells are different in both dicots as well as monocots. Dicots it is said to be bean shaped, and monocots it's shaped dumbbell shape. So this is the answer for the next question. And now you come to the next question. Difference between dicot root and monocot root. ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈക്കോട്ട് റൂട്ട് ആൻഡ് മോണോക്കോട്ട്. അപ്പോൾ ഡിഫറൻസ് അറിയുന്നതിൻ്റെ മുന്നേ നമുക്ക് എന്താണ് ഡൈക്കോട്ട് റൂട്ട് എന്നും മോണോക്കോട്ട് റൂട്ട് എന്നും അറിയേണ്ടതുണ്ട്. സോ വി നീഡ് ടു നോ ഫസ്റ്റ് ദാറ്റ് ഈസ് വാട്ട് ഈസ് ദിസ് ഡൈക്കോട്ട് റൂട്ട് ആൻഡ് മോണോക്കോട്ട് റൂട്ട്. ബേസിക്കലി റൂട്ടാണ്, അതിൻ്റെ ഫംഗ്ഷൻ അബ്സോർപ്ഷൻ ആണ്, ആങ്കറിങ് ആണ്, അതെല്ലാം നമുക്കറിയാം. സോ ഡൈക്കോട്ടിലും അതുപോലെ മോണോക്കോട്ടിലും എന്താണ് ഡിഫറൻസ് എന്ന് നോക്കേണ്ടതുണ്ട്. സോ ഓൾ ദ തിങ്സ് ആർ സെയിം, ദാറ്റ് ഈസ് അപ്പർ യു കൻ ഒബ്സർവ് ദി എപ്പിഡെർമൽ സെൽസ്. So this is the epidermal cells. So simply you can draw like this. So this is the epidermal cells which contain what? Root hairs. Then below the epidermis you can observe the cortex. So this is the cortex. So this is the cortex. Cortex same ആണ് ഡൈക്കോട്ടിലും അതുപോലെ മോണോക്കോട്ടിലും സെയിം ആണ്. Then now you can observe the next layer, the inner layer of the cortex. കോർട്ടക്സിന്റെ ഇന്നർ ലെയർ ഏതാണ്? ദാറ്റ് ഈസ് യുവർ എൻഡോഡെർമിസ്, ആൻഡ് ദിസ് എൻഡോഡെർമിസ് കണ്ടെയ്ൻ വാട്ട്? എ വാക്സി സബ്സ്റ്റൻസ് വിച്ച് ഈസ് കോൾഡ് ആസ് വാട്ട്? സ്യൂപ്പറിൻ. സ്യൂബറിൻ. സോ വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് സ്യൂബറിൻ? വാക്സി മെറ്റീരിയൽ ആണ്, അതുകൊണ്ട് വാട്ടറിനകത്തേക്ക് കയറ്റി വിടില്ല അല്ലേ? സോ സ്യൂബറിൻ കണ്ടിന്യൂസ് ആയിട്ട് ഫോം ചെയ്യുമ്പോൾ അത് ഒരു സ്ട്രിപ്പ് പോലെ അപ്പിയർ ചെയ്യുന്നുണ്ട് അല്ലേ? എന്താ അതിൻ്റെ പേര്? Casparian strips. So this is said to be Casparian strips. So these Casparian strips are present in both dicots and monocot. And now avade onnum difference illa. Now you come to the inner side, that is inner side you can observe the number of vascular bundles are different in both dicots as well as monocots. Number of vascular bundle. So vascular bundle ivade radial aanu, adupole exarch aanu. Radial, exarch. Both are said to be radial and exarch. So what is radial vascular bundle? Xylem and phloems are arranged on different radii are referred as the radial vascular bundle. Xylem, phloem arrange ചെയ്തിരിക്കുന്നത് different radii. For example like this. ഇവിടെ phloem, ഇവിടെ xylem different radii അല്ലേ? അതുപോലെ ഇവിടെ സൈലം ഫ്ലോയം ഡിഫറെൻറ്റ് റേഡിയസിലാണ്, അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേര് റേഡിയൽ വാസ്കുലർ ബണ്ടിൽ. ദെൻ എക്സാർക്ക്. സോ വാട്ട് ഈസ് ദിസ് എക്സാർക്ക് സ്റ്റാൻഡ്സ് ഫോർ? എക്സാർക്ക് എന്ന് പറയുന്നത്
Protoxylem, that is the small xylem towards the periphery. Okay, small xylem towards the periphery, അതാണ് എക്സാർക്ക് എന്ന് പറയുക. ഇപ്പം നമ്പർ ഓഫ് വാസ്കുലാർ ബണ്ടിൽ ഇവിടെ ഡിഫറൻ്റ് ആണ്. ഇവിടെ നമുക്കൊരു 4, ഇവിടെ 2 to 6 ആണ് നമുക്ക് കിട്ടുക അല്ലേ. ഇവിടെ 2 to 4, അവിടെ 6, അപ്പോൾ ഡിഫറൻ്റ് ആണ്. Then now you come to the inner portion, you can observe pith. The core region is referred as pith. Okay, so pith is very large and conspicuous, clearly visible in monocot root. പക്ഷേ ഇവിടെ നമുക്ക് pith is not that much clearly visible, inconspicuous pith ആണ്. സോ അതാണ് ഡൈക്കോട്ട് റൂട്ടിൻ്റെയും മോണോക്കോട്ട് റൂട്ടിൻ്റെയും പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്. നമ്പർ ഓഫ് വാസ്കുലാർ ബണ്ടിൽസ്, അതുപോലെ തന്നെ പിത്ത് സ്മാൾ ഓർ ഇൻകോൺസ്പിക്വസ് ഇൻ ഡൈക്കോട്ട് റൂട്ട്, പക്ഷേ മോണോക്കോട്ട് റൂട്ടിലാണെങ്കിൽ ക്ലിയർലി വിസിബിൾ ആണ്. അതാണ് ഡിഫറൻസ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സെക്കൻഡറി ഗ്രോത്ത്. So what is the secondary growth? I have already mentioned what is secondary growth. Secondary growth is an increase in the gut. So അതിൻ്റെ വണ്ണം കൂടുന്ന പ്രോസസ്സ് ഡൈക്കോട്ട് റൂട്ടിലാണ് ഉള്ളത്, മോണോക്കോട്ട് റൂട്ടിൽ ഇല്ല. ഓക്കെ, മോണോക്കോട്ട് റൂട്ടിൽ നമുക്ക് വണ്ണം കൂടുന്ന പ്രോസസ്സ് ഇല്ല എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈക്കോട്ട് റൂട്ട് ആൻഡ് monocot. There is no secondary growth in the monocot root, but dicot root is secondary growth unde. So this is the answer for the next question. And now we move to the next, that is your give the difference between sapwood and hardwood. So this is again from your last part, that is your secondary growth. But secondary growth le oru bhagavana difference between sapwood and hardwood. എന്താ സാപ്വുഡും ഹാർഡ്വുഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് സെക്കൻഡറി സൈലം. നമുക്ക് സെക്കൻഡറി ഗ്രോത്തിൻ്റെ സമയത്ത് ദിസ് വാസ്കുലാർ കാമ്പിയം കട്ട് ഓഫ് ന്യൂ സെൽസ് ടുവേർഡ്സ് ദ ഇന്നർ വിച്ച് വിൽ ബി കൺവേർട്ടഡ് ആസ് വാട്ട്? സെക്കൻഡറി സൈലം. ആൻഡ് ടു ദ ഔട്ടർ വിച്ച് വിൽ ബി കൺവേർട്ടഡ് ആസ് സെക്കൻഡറി ഫ്ലോയം. ഓക്കെ, സോ ഈ സെക്കൻഡറി സൈലത്തിൻ്റെ തന്നെ പെരിഫറൽ പോർഷനും ഉണ്ട്, അതുപോലെ ഇന്നർ പോർഷനും ഉണ്ട്. പുറം ഭാഗമുണ്ട്, ഉൾഭാഗമുണ്ട്. പുറം ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാപ്വുഡ്. സോ ദി സെക്കൻഡറി സൈലത്തിൻ്റെ രണ്ട് പോർഷൻസ്, ഔട്ടർ പോർഷൻ അതുപോലെ ഇന്നർ പോർഷൻ. സോ ദിസ് ഔട്ടർ പോർഷൻ ഈസ് റെഫേർഡ് ആസ് ദി സാപ്വുഡ്, ദെൻ ഇന്നർ പോർഷൻ ഈസ് റെഫേർഡ് ആസ് ദി ഹാർഡ്വുഡ്. അപ്പം ഇവിടെ ലിവിങ് ആണ്, അതുപോലെ കണ്ടക്ഷൻ ഉണ്ട്. പക്ഷേ ഹാർഡ്വുഡിൽ അത് ഡെഡ് പോർഷൻ ആണ്. അവിടെ ഒരുപാട് മെറ്റീരിയൽസ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ഡെഡ്. ആൻഡ് യു കൻ ഒബ്സർവ് ദി ഡെപ്പോസിഷൻ ഓഫ് വേരിയസ് മെറ്റീരിയൽസ്. ഒരുപാട് മെറ്റീരിയൽസ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും, അതായത് റെസിൻസ്, ഗം, ടാനിൻസ്, അരോമാറ്റിക് കോമ്പൗണ്ട്സ്, ഓൾ ദീസ് മെറ്റീരിയൽസ് ആർ ഗെറ്റ് ഡെപ്പോസിറ്റഡ്. സോ ദാറ്റ് ആ ഭാഗം ഹാർഡ്വുഡ് നമുക്ക് ഫർണിച്ചർ എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് അല്ലേ. അതായത് മൈക്രോബ്സിനോട് റെസിസ്റ്റൻ്റ് ആണ്, റെസിസ്റ്റൻസ് ടുവേർഡ്സ് മൈക്രോബ്സ്. ദെൻ ഇൻസെക്റ്റിൻ്റെ, ടെർമൈറ്റ്സ് പോലുള്ളവയുടെ അറ്റാക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ദിസ് ഹാർഡ്വുഡ് ഈസ് suitable for what? Production of these furnitures and all. Okay, so these are all the difference between sapwood and hardwood. Okay. So now we move to the next question, that is, how do open vascular bundles differ from closed vascular bundle? Direct question. Vascular bundles അതിൽ ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ട്, ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ട്. So what are the difference between open vascular bundles and closed vascular bundles? അതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. So these vascular bundles are of, എന്താ vascular bundles എന്ന് പറയുന്നത്? which contain xylem and phloem. Okay, so the xylem and phloem collectively called as the vascular bundle. And ഈ vascular bundles രണ്ട് തരം ഉണ്ടെന്ന് പറഞ്ഞാൽ, that is your open vascular bundle and closed vascular bundles. Open in the sense vascular cambium is present. Vascular cambium is present. Then you can observe the closed vascular bundle, that is closed vascular bundle എന്ന് പറയുന്നത് vascular cambium is absent. ഓക്കെ, ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുമ്പോൾ വാസ്കുലാർ കാമ്പിയം പ്രസന്റ് ആണ്, ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ വാസ്കുലാർ കാമ്പിയം ആബ്സെന്റ് ആണ്.
അതാണ് ഇവർ തമ്മിലെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കൺജോയിൻറ്റ് വാസ്കുലർ ബണ്ടിലാണ് നമുക്ക് കൺജോയിൻറ്റ് ഓപ്പണും അതുപോലെ കൺജോയിൻറ്റ് ക്ലോസ്ഡും വരിക. എന്താ കൺജോയിൻറ്റ് എന്ന് പറയാം? കൺജോയിൻറ്റ് വാസ്കുലർ ബണ്ടിൽ എന്ന് പറയുമ്പം സെയിം റേഡിയസിലാണ്. That is xylem and phloem. So here you can observe the vascular. So this is vascular cambium. Vascular cambium illade ulladana xylem and here conjoined closed ennu parayum. So this is the next question. So difference between the open vascular bundle and closed vascular bundle. Okay. So now we move on to the next question. Given below are the various types of tissues and their functions. Which out of these is not a matching pair and why? ഇവിടെ 3 പെയർ തന്നിട്ടുണ്ട്. ആ പെയറിൽ നമുക്ക് മാച്ചിങ് അല്ലാത്തത് ഏതാണ്, അതിൻ്റെ റീസൺ എന്താണെന്ന് പറയണം. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് എ, കൊളൻകൈമ. ഇറ്റ് പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സപ്പോർട്ട് ടു ദ ഗ്രോയിങ് പാർട്സ് ഓഫ് ദി പ്ലാന്റ്. ഇപ്പോൾ കൊളൻകൈമ എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നത് ശരിയാണല്ലേ? കൊളൻകൈമ എന്തായിരുന്നു? കൊളൻകൈമ കോർണേഴ്സിൽ തിക്കൻഡ് ആയ സെല്ലുകളാണ്. സോ യു കൻ ഒബ്സർവ് തിക്കൻ കോർണേഴ്സ് ഡ്യൂ ടു വാട്ട്? സെല്ലുലോസ്, ഹെമിസെല്ലോസ്, ദെൻ പെക്റ്റിൻ. ഇതെല്ലാം നമുക്ക് കോർണേഴ്സിൽ കാണാൻ സാധിക്കും. ദെൻ സ്ക്ലീറൻ കൈമ, that is photosynthesis, storage and secretion. സ്ക്ലീറൻ കൈമയാണ് ഫോട്ടോസിന്തസിസ്, സ്റ്റോറേജ് ആൻഡ് സെക്രീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അത് ശരിയാണോ? സ്ക്ലീറൻ കൈമയിൽ ഫോട്ടോസിന്തസിസ് നടക്കുമോ? ഇല്ല, സ്ക്ലീറൻ കൈമയിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല. സ്ക്ലീറൻ കൈമ ഡെഡ് ആണ്. ഓക്കെ, അതിൽ ലിഗ്നിൻ ഡെപ്പോസിഷൻ ഉണ്ട്. അപ്പോൾ അവരുടെ ഫോട്ടോസിന്തസിസ് ഫംഗ്ഷൻ നടക്കുന്നില്ല, അതുകൊണ്ട് അത് തെറ്റാണ്. ദെൻ ക്ലോറിൻ കൈമ. സോ വാട്ട് ഈസ് ദിസ് ക്ലോറിൻ കൈമ? ക്ലോറിൻ കൈമ സ്റ്റാൻഡ്സ് ഫോർ വാട്ട്? അത് performs the function of photosynthesis. Adum sheriyanu. So this will be the answer. That is your B. And now what is stomatal apparatus?
നമുക്ക് തിരിച്ചു വരാം. 9th question. That is, what is a stomatal apparatus? Draw a well-labeled diagram of stomata. So, ഇവിടെ രണ്ട് സെക്ഷൻസ് ആണുള്ളത്. That is, stomatal apparatus എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ draw a well-labeled diagram of stomata. So, here ആദ്യത്തെ ഭാഗം നോക്കാം. That is stomatal apparatus. So, എന്താ stomatal apparatus എന്ന് പറയുന്നത്? Apparatus. So, അതൊരു ഇൻസ്ട്രുമെന്റ് ആണല്ലേ apparatus എന്ന് പറയുന്നത്. So, stomatal apparatus, for example, this guard cells. So, this is the guard cells. And you can observe the nearby cells. That is said to be your subsidiary cells. And you can observe the stomatal aperture. So, all these three components collectively called as the stomatal apparatus. So, എന്തെല്ലാമാണ് stomatal apparatus ഉണ്ടാവുക? So, that is the stomatal aperture. Then you can observe the guard cells. Then also you can observe the subsidiary cell. ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് stomatal apparatus. Okay. So, this is the answer. And draw a well labeled diagram in the sense you can observe. So, this is the guard cells. And you can observe this is the stomatal pore. And now you can observe the subsidiary cells. Subsidiary cell. Okay, now you come to the next question. That is, here a match the following type of question. നമുക്ക് ഇവിടെ ഒരു match the following ഉണ്ട്. 3 കോളം ആണ് തന്നിട്ടുള്ളത്. ഒന്ന് മാച്ച് ചെയ്യാൻ ശ്രമിക്കാം. ഫസ്റ്റ് കോളം കൊളൻകൈമ, then cambium, then sieve tube. So next കോളത്തിൽ കൊളൻകൈമയോട് മാച്ച് ചെയ്യുന്നത് lateral meristem, companion cell, thickened at corners. So ഇതിൽ ഏതായിരിക്കാം കൊളൻകൈമയോട് മാച്ച് ചെയ്യുക? So that is കൊളൻകൈമയോട് മാച്ച് ചെയ്യുന്നത് thickened at corners. So കൊളൻകൈമ നമ്മൾ പഠിച്ചതാണ്. It is due to the deposition of cellulose, hemicellulose and pectin. The corners are get thickened. And now cambium. So cambium was said to be the lateral meristem. Okay, cambium എന്ന് പറയുന്നത് lateral meristem ആണ്. And now sieve tubes. So sieve tubes and companion cells. So ഫ്ലോയത്തിലെ പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ട് എലമെന്റ്സ് എന്ന് പറയുന്നത് ഏതാണ്? അത് sieve tube ഉം companion cells ആണ്. Now you come to the B and C. So lateral meristത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് that is cambium, lateral meristem. Of course, secondary growth will be the answer. And companion cells, sieve tube, companion cells, that is food conduction. ഫ്ലോയത്തിൻ്റെ components ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫ്ലോയത്തിൻ്റെ components ആയതുകൊണ്ട് food conduction is the answer. And now thickened at corners, that is collenchyma, that is hypodermis of stem, that is M, S and D, C. Means what? M, S. Monocotyledonous sclerenchymatous hypodermis. Monocotyledonous sclerenchymatous hypodermis. Then dicotyledonous collenchymatous hypodermis. Okay, collenchymatous hypodermis. So, here answer is collenchyma, thickened corners, then hypodermis of dicotyledon. So, this is the answer for this question. And now we move to the next one. That is, grasses are capable of regeneration in spite of continuous grazing by cattle. Suggest the reason for it. Grasses അവർക്ക് റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട് ഇൻ സ്പൈറ്റ് ഓഫ് കണ്ടിന്യൂസ് ഗ്രേസിംഗ് ബൈ കാറ്റിൽ. നിരന്തരമായിട്ട് പശുക്കളെല്ലാം മേഞ്ഞു കഴിഞ്ഞാലും കന്നുകാലികൾ മേഞ്ഞു കഴിഞ്ഞാലും അത് പുതിയതായി പുതിയ പുല്ലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇറ്റ്സ് ഡ്യൂ ടു വാട്ട്? പ്രസൻസ് ഓഫ് intercalary meristem. Intercalary meristem is the one that present in between the mature tissues. Mature tissuesന്റെ ഇടയിൽ കാണുന്ന മെരിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? intercalary meristem. സോ അതുകൊണ്ട് തന്നെ ഈ intercalary meristem ഉള്ളത് കൊണ്ട് കണ്ടിന്യൂസ് ഗ്രേസിംഗ് നടന്നാലും അത് പിന്നെയും റീജനറേറ്റ് ചെയ്ത് വരും എന്നുള്ളതാണ്. സോ ദ ആൻസർ വിൽ ബി ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് intercalary meristem. Okay. Now we move on to the next question. That is here. Simple questions, two types, two questions are the
What are bulliform cells? Mention their function. So bulliform cell എന്താണ്, അവരുടെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ്. സോ വാട്ട് ഈസ് ദിസ് bulliform cells? നമ്മൾ ലീഫിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പം മോണോകോട്സ് ലീഫിൻ്റെ സ്ട്രക്ചർ പഠിച്ചതാണ്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐസോബൈലാറ്ററൽ ലീഫിൽ സം ഓഫ് ദി എപ്പിഡെർമൽ സെൽസ് അലോങ് വിത്ത് ദെയർ വെയിൻസ് മോഡിഫൈ ദംസെൽവ്സ് ടു വാട്ട്? ലാർജ്, 3 പ്രോപ്പർട്ടീസാണ് ഉള്ളത്. ലാർജ്, empty, colorless cells. Large, empty, colorless cells. ഈ ലാർജ് എംറ്റി കളർലെസ് സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് bulliform cells. അത് എന്തിനു വേണ്ടിയിട്ടാണ്? bulliform cells, when these bulliform cells get turgid, അപ്പോൾ എന്താ സംഭവിക്കുക? ലീഫ് എക്സ്പോസ്ഡ് ആകും. ഇനി അതിൽ നിന്നും വാട്ടർ പുറത്തിറങ്ങിയിട്ട് അത് ചുരുങ്ങുന്ന സമയത്ത് when this gets shrink, leaf will curl. ലീഫിൻ്റെ കേളിങ് നടക്കും. ഓക്കെ, അപ്പോൾ വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ചെടികളിലുള്ളൊരു മെക്കാനിസമാണ് ദിസ് bulliform സെൽസിൻ്റെ ഫങ്ഷനിങ് എന്ന് പറയുന്നത്. Okay, so mention their function. I have already discussed. That is, bulliform cells are said to be epidermal cells. That is, which epidermis? Epidermal cells in the sense which epidermis? Adaxial or abaxial? Adaxial epidermis. And my dear friends, what's the difference between adaxial epidermis and abaxial epidermis? In the adaxial epidermis and abaxial epidermis, nammulla vyathyasam. That is adaxial top, abaxial bottom. താഴ്ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേര് ദിസ് ബോട്ടം ഓർ ബിലോ. താഴ്ഭാഗമാണ് അബാക്സിയൽ എപ്പിഡെർമിസ് ആൻഡ് മുകൾ ഭാഗമാണ് അഡാക്സിയൽ എപ്പിഡെർമിസ്. അപ്പോൾ അഡാക്സിയൽ എപ്പിഡെർമൽ സെല്ലാണ് ലാർജ് എംറ്റി കളർലെസ് സെൽസ് ആയി മാറുന്നത്. സോ ദിസ് ഈസ് ആൻസർ ഫോർ ദി 12th ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ ആണല്ലേ, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സോ നൗ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. For constructing furniture like table, chair, ടേബിളും ചെയറും എല്ലാം ഉണ്ടാക്കാനായിട്ട് we usually take the dark colored central portion of wood. മരത്തിൻ്റെ dark colored central portion ആണ് നമ്മൾ എടുക്കുക, but not the outer light colored red region. Not out colored red region, out colored region. ലൈറ്റ് കളർ റീജിയൻ ആണ് കേട്ടോ, ഔട്ടർ ലൈറ്റ് കളർ റീജിയൻ. ഓക്കെ, ഗീവ് റീസൺ ഫോർ ദിസ്. ഔട്ടർ ലൈറ്റ് കളർ റീജിയൻ, വൺസ് അഗെയിൻ ഔട്ടർ ലൈറ്റ് കളർ റീജിയൻ നമ്മൾ എടുക്കുന്നില്ല. കാരണം എന്താ? ഉള്ളിലുള്ള നല്ല റെഡ് കളർ റീജിയനാണ് നമ്മൾ, ഡാർക്ക് കളർ സെൻട്രൽ റീജിയനാണ് എടുക്കുന്നത്. അതിൻ്റെ കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാ? സാപ്പ് വുഡ് ആൻഡ് ഹാർഡ് വുഡ്. എന്താ ഈ സാപ്വുഡും ഹാർഡ്വുഡും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞല്ലോ. ദിസ് ഹാർഡ്വുഡ് ഓൺലി കണ്ടെയ്ൻ വാട്ട്? ഡെപ്പോസിഷൻ ലൈക്ക് റെസിൻസ്, ടാനിൻസ്, മ്യൂസിലേജസ്, ദെൻ അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആൻഡ് ഗംസ്. ഇതെല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവിടെ റെസിസ്റ്റൻറ്റ് ടു വാട്ട്? മൈക്രോബ്സ്, മൈക്രോബിയൽ അറ്റാക്ക് ഉണ്ടാവില്ല, ഇൻസെക്ട്സിൻ്റെ അറ്റാക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ഭാഗം കൊണ്ട് നമ്മൾ ഫർണിച്ചർ, ടേബിളും ചെയറും ഈവൻ കട്ടിലും എല്ലാം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. കാരണം എന്താ? അതിനൊന്നും മൈക്രോബ്സിൻ്റെ അറ്റാക്ക് ഒന്നും വരില്ല. ഒരുപാട് കാലം ഡ്യൂറബിളാണ്, ഹാർഡാണ് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉൾഭാഗം ഉപയോഗിക്കുന്നത്, എന്നാൽ പുറം ഭാഗം ഉപയോഗിക്കാത്തതും അതുകൊണ്ടാണ്. കാരണം അവിടെ ലൈറ്റ് കളർ റീജിയനാണ്, അത്രത്തോളം ഡെപ്പോസിഷൻ ഒന്നും ആയിട്ടില്ല. മരത്തിൻ്റെ കാതലായ ഭാഗമാണ് ഈ ഉൾഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, സോ നൗ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. സോ നെക്സ്റ്റ്, ഡ്യൂറിങ് സണ്ണി ഡേയ്സ്, വെയിലുള്ള ദിവസങ്ങളിലാണ്, ഗ്രാസ് ലീവ്സ് കേൾ ഇൻവേർഡ്സ് ആൻഡ് മിനിമൈസ് വാട്ടർ ലോസ്. മിനിമൈസ് ദ വാട്ടർ ലോസ്. വൈ? നെയിം ദ സെൽസ് റെസ്പോൺസിബിൾ ഫോർ ദ കേളിംഗ്. സോ ഇവിടെ നമുക്ക് 2 ചോദ്യങ്ങളായിട്ടുണ്ട്. ദാറ്റ് ഈസ്, ഏത് സെല്ലുകളാണ് ഗ്രാസ് ലീവ്സ് കേൾ ഇൻവേർഡ്സ് ആൻഡ് മിനിമൈസ് വാട്ടർ ലോസ്? വൈ? എന്തുകൊണ്ടാണ്? നെയിം ദ സെൽസ് റെസ്പോൺസിബിൾ ഫോർ ദ കേളിംഗ്. Already we have mentioned. So which cells responsible for? ഏത് സെല്ലുകളാണ് അതിന് കാരണമാകുന്നത്? bulliform cells. What are the features of these bulliform cells? Large, empty and colorless cells are said to be bulliform cells. Large, empty, colorless cells, bulliform cells. When they get turgid due to water entry, അത് എക്സ്പോസ്ഡ് ആകും. ലീഫ് സർഫസ് എക്സ്പോസ്ഡ് ആകും.
ഇനി വെള്ളം അതിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ലീഫ് കേളിംഗ് സംഭവിക്കും. അപ്പോൾ മോണോകോട്ട് ലീഫ് ഇങ്ങനെ കേളിംഗ് സംഭവിക്കാൻ കാരണമാകുന്നത് due to the presence of this bulliform cell. And now we move on to the next question, that is analyze the given statements and correct the false statement with respect to the underlined word. So underlined word ഏതാ നോക്കിയിട്ട്, so here underlined words are said to be, you have നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ. Okay, in roots vascular tissues are conjoined. So ഇവിടെ conjoined ആണെന്ന് നമുക്ക് അണ്ടർലൈൻ ചെയ്യാതെ തന്നെ മനസ്സിലാവണം. in roots vascular tissues are conjoined എന്നാണ് പറഞ്ഞത്. റൂട്ടിൽ കൺജോയിൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ അണ്ടർലൈൻ തന്നില്ല എങ്കിലും നമുക്ക് അണ്ടർലൈൻ ഏതാന്ന് വായിക്കുമ്പോഴേ കിട്ടും. എന്താ കൺജോയിൻ? വാസ്കുലർ ബണ്ടിൽസ് കൺജോയിൻ്റ് ആണോ റേഡിയൽ ആണോ? വാസ്കുലർ ബണ്ടിൽസ് ആർ ഓഫ് 2 different types. I have already mentioned radial, then conjoined. റേഡിയൽ എന്ന് പറയുമ്പം എന്താ, 2 റേഡിയസിലാണ് അല്ലേ, സൈലം and you can observe phloem, xylem phloem. Conjoined എന്ന് പറയുമ്പം ഒറ്റ റേഡിയസിലെ സൈലം ഉണ്ട്, ഫ്ലോയം ഉണ്ട്. കൺജോയിൻറ്റ് തന്നെ ഓപ്പൺ ഉണ്ട്, ക്ലോസ്ഡ് ഉണ്ട്. അപ്പോൾ റൂട്ടിൽ ഓൾവേസ് എന്തായിരുന്നു, അത് റേഡിയൽ വാസ്കുലർ ബണ്ടിലാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് തിരുത്താം. ഇൻ റൂട്ട്സ് വാസ്കുലർ ടിഷ്യൂസ് ആർ സെറ്റ് ടു ബി റേഡിയൽ നോട്ട് കൺജോയിൻറ്റ്. സ്റ്റെമ്മിൽ കൺജോയിൻ്റ് എന്ന് പറയുന്നത് തെറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കൺജോയിൻ. അപ്പോൾ രണ്ടാമത്തതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് നോക്കാം. കോർക്കാംബിയം ഈസ് അതർവൈസ് കോൾഡ് ഫെല്ലോഡേം. സ്റ്റേറ്റ്മെന്റിൽ അപ്പോൾ ഏതായിരിക്കാം അണ്ടർലൈൻഡ് വേർഡ്? ഫെല്ലോഡേം ആവാനാണ് സാധ്യത അല്ലേ, കാരണം അതിലൊരു മിസ്റ്റേക്ക് നമുക്ക് കാണുന്നുണ്ട്. എന്താ, കോർക്കാംബിയം ഈസ് അതർവൈസ് കോൾഡ് ആസ് ഫെല്ലോഡേം. സോ ഈ കോർക്കാംബിയത്തെ നമ്മൾ ഫെല്ലോഡേം എന്നാണോ വിളിക്കുക എന്ന് അറിയണമെങ്കിൽ എന്താ കോർക്കാംബിയം എന്ന് അറിയണ്ടേ. So this corcambium is the one that is responsible for, so this is the corcambium, and this corcambium produces what? മക്കളെ എന്താണ് corcambium പ്രൊഡ്യൂസ് ചെയ്യുക? പുറത്തേക്ക് they cut off new cells. അവരൊക്കെ എന്തായി മാറുകയാണ്? cork cells. So this is said to be a cork cells. അകത്തേക്ക് they will cut off new cells. So that cells are referred as the secondary cortex. And these cork cells are always otherwise called as the phloem. And this corcambium is called as the phellogen. And this secondary cortex is called as the phloem. So phloem, phellogen collectively, phloem, phellogen, phloem collectively called as the periderm. അപ്പോൾ കോർക്കാംബിയത്തിന്റെ പേരെന്താ? ഫെല്ലോജൻ ആണ്, നോട്ട് ഫെല്ലോഡേം. ഫെല്ലോഡേം എന്ന് പറയുന്നത് സെക്കൻഡറി കോർട്ടക്സ് ആണ്. സോ ഇതിൽ അപ്പോൾ കോർക്കാംബിയം ഈസ് അതർവൈസ് കോൾഡ് ആസ് ദി ഫെല്ലോജൻ എന്നുള്ളതാണ് ആൻസർ വരിക, അല്ലാതെ ഇറ്റ്സ് നോട്ട് ഫെല്ലോഡേം. ഓക്കെ, ക്ലിയർ? Okay, so now we move on to the next question, that is dicot plants show secondary growth in their stem and root. Secondary growth. What is secondary growth? Secondary growth in their stem and root. ഇപ്പോൾ dicot plantsന് secondary growth കാണിക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ name the meristems that causes secondary growth in vascular region and cortex. ഇപ്പോൾ കോർട്ടെക്സിലും അതുപോലെ വാസ്കുലാർ റീജിയനിലും സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുന്നത് ഏത് മെരിസ്റ്റംസ് ആണ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് നെയിം ദ മെരിസ്റ്റംസ് ദാറ്റ് കോസസ് സെക്കൻഡറി ഗ്രോത്ത് ഇൻ ബോത്ത് വാസ്കുലാർ റീജിയൻ ആൻഡ് കോർട്ടെക്സ്. 2 മെരിസ്റ്റം ഉണ്ട്, 2 കാമ്പിയം ഉണ്ട്. ഏതൊക്കെ 2 കാമ്പിയം? ഫസ്റ്റ് കാമ്പിയം ഈസ് നോൺ ആസ് ദി വാസ്കുലാർ കാമ്പിയം. വാസ്കുലാർ കാമ്പിയം ഈസ് ദ വൺ, അത് വാസ്കുലാർ റീജിയനിലുള്ളതാണ്. ദെൻ കോർട്ടെക്സ് റീജിയനിൽ ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വിച്ച് ഈസ് ദ കാമ്പിയം. ദാറ്റ് ഈസ് കോർക്ക് കാമ്പിയം ഈസ് ദ വൺ. കോർക്ക് കാമ്പിയം ഈസ് ദ വൺ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സെക്കൻഡറി ഗ്രോത്ത് ഇൻ ദ കോർട്ടെക്സ് റീജിയൻ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. നേരിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് ഏതാണ് കാമ്പിയത്തിൻ്റെ, ആക്ടിവിറ്റി പോലും അല്ല, നേരിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് ഏതാണ് ആ ഒരു കാമ്പിയത്തിൻ്റെ പേരെന്നുള്ളത്. ഓക്കെ,
കമന്റ് ഓൺ ദ ആക്ടിവിറ്റി ഓഫ് ദീസ് മെറിസ്റ്റം. ആക്ടിവിറ്റി നമ്മളോട് ചോദിച്ചില്ല എന്ന് സമാധാനിച്ചിരിക്കുമ്പോൾ അതാ കമന്റ് ഓൺ ദ ആക്ടിവിറ്റി ഓഫ് ദീസ് മെറിസ്റ്റംസ്. അപ്പോൾ നമുക്ക് അടുത്ത സെഷനായിട്ട് അത് എഴുതാം. സോ ഇപ്പോൾ 2 ക്യാമ്പിയ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റി എങ്ങനെയാണെന്ന് രണ്ടാമത്തെ സെഷനിൽ എഴുതാം. സോ ആദ്യം വാസ്കുലാർ ക്യാമ്പിയത്തിൻ്റെ ആക്ടിവിറ്റി നോക്കാം. So they will cut off new cells towards periphery. That will be converted as secondary phloem, and they will cut off new cells towards inner side. That will be converted as the secondary xylem. So this is the activity of your vascular cambium. So this is the activity of the vascular cambium. Okay, now you come to the core cambium. Core cambium in the activity I have already mentioned. They will cut off new cells towards periphery and outside. Not outside, inside. Periphery and outside. Okay, so core cambium produces new cells towards periphery and they will become what? Cork cells. Cork cells. And ivideke they will produce secondary cortex. Secondary cortex. So this is the answer for the question. അപ്പോൾ ആക്ടിവിറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. കാമ്പിയത്തിൻ്റെ ആക്ടിവിറ്റിയെ കുറിച്ചിട്ടും കാമ്പിയത്തിൻ്റെ പേരുകൾ ഏതെല്ലാം കാമ്പിയം ഉണ്ട് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, സോ നൗ യു കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് പെരിഡേം ഡെവലപ്സ് ഇൻ ഡൈക്കോട്ട് സ്റ്റെം ആൻഡ് റീപ്ലേസ് ദ ഔട്ടർ ബ്രോക്കൺ കോർട്ടിക്കൽ ആൻഡ് എപ്പിഡേമൽ ലെയേഴ്സ്? എന്താ ഹൗ ഡസ് പെരിഡേം ഡെവലപ്പ്? സോ പെരിഡേം ഓൾറെഡി ഐ ഹാവ് മെൻഷൻഡ്. Phloem, phloem, and phloderm collectively called as the periderm. So periderm develop ചെയ്യുന്നത് എങ്ങനെയാ? ഈ കോക്ക് കാമ്പിയത്തിൽ നിന്ന് അകത്തേക്കും പുറത്തേക്കും സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. അപ്പം എന്താ ഇവർ റീപ്ലേസ് ചെയ്യുന്നത് നോക്കൂ. ദേ റീപ്ലേസ് ദ ഔട്ടർ ബ്രോക്കൺ കോർട്ടിക്കൽ ആൻഡ് എപ്പിഡേമൽ സെൽ ലെയേഴ്സ്. അതായത് നമ്മുടെ സ്റ്റീലാർ റീജിയനിൽ സെക്കൻഡറി ഗ്രോത്ത് നടക്കുമ്പോൾ there will be some thickness ഡെവലപ്പിംഗ് ഇൻസൈഡ്. ഇവിടെ ഈ സ്റ്റീലാർ റീജിയനിൽ ഒരു തിക്നെസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടല്ലേ? കാരണം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരുപാട് പുതിയ സെല്ലുകൾ ഉണ്ടാവുകയാണല്ലോ. അപ്പോൾ ഉള്ളിലെ തിക്നെസ് കൂടും. ഉള്ളിൽ തിക്നെസ് കൂടുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അതിൻ്റെ ക്രാക്ക് പുറമേക്കും ഫീൽ ചെയ്യില്ലേ? ഇപ്പം നമ്മളൊരു 100 പേര് ഒരുമിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ആളുകൾ ഒരു 10-15 പേര് ഒരുമിച്ച് പുറത്തേക്ക് തള്ളുകയാണ്. എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും പുറമേ ആ ക്രാക്ക് ഫീൽ ചെയ്യില്ലേ? അതുപോലെ ഇവിടെ ഈ ഉള്ളിൽ ഈ ഒരു തള്ളൽ ഉണ്ടാകുന്ന സമയത്ത് ആ തള്ളൽ ആരെ ബാധിക്കും? ഈ ഭാഗത്ത് അതിൻ്റെ ആ ഒരു പുഷിങ് ഫോഴ്സ് ഇവിടേക്കൊക്കെ എത്തില്ലേ? അപ്പോൾ ഇവിടെ ക്രാക്ക് ഉണ്ടാകില്ലേ? കോർട്ടെക്സ് റീജിയനിൽ എപ്പിഡെർമിസിനും ക്രാക്ക് ഉണ്ടാകും. ആ ക്രാക്ക് ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ ന്യൂ സെൽസ് മസ്റ്റ് ബി ആഡഡ്. അത് ആഡ് ചെയ്യുന്നതാണ് ഈ പെരിഡേം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. Okay, അപ്പോൾ ഇതാണ് ആൻസർ. സോ പെരിഡേം ഡെവലപ്ഡ് ഇൻ ദ കോർട്ടെക്സ് റീജിയൻ in order to balance the crack or replace the crack in the cortex region and epidermal cells. And this is the next question. And again one more match the following. So here you can observe another match the following. That is നമുക്ക് 6 ഓപ്ഷൻസ് ഉണ്ട്. 6 ഓപ്ഷൻസ് എന്ന് പറയുമ്പം ഇതിൽ ഇപ്പുറത്താണെങ്കിൽ 7 എണ്ണം ഉണ്ട്. അപ്പം നമുക്ക് കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യത കൂടുതലല്ലേ? ഒന്ന് എന്തായാലും എക്സ്ട്രാ വരുന്നുണ്ടായിരിക്കും. അപ്പം നമുക്കൊന്ന് നോക്കാം. കമ്പാനിയൻ സെല്ലുമായിട്ട് ഇതിൽ ഏറ്റവും ചേരുന്നത് ഏതാ? കമ്പാനിയൻ സെല്ല് ആരുമായിട്ട് എപ്പോഴും കൂടുതലായിട്ട് ചേർന്ന് നിൽക്കുക? കമ്പാനിയൻ സെല്ല് എപ്പോഴും സീവ് ട്യൂബുമായിട്ട് ചേരുന്നത്. അപ്പം സീവ് ട്യൂബിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടോ സീവ് ട്യൂബുമായി ബന്ധപ്പെട്ടത്? സ്റ്റൊമാറ്റ, ക്ലോറോഫിൽ ബിയറിംഗ്, കാസ്പെറിൻ സ്ട്രിപ്സ് പ്രസന്റ് ബിറ്റ്വീൻ സൈലം, ഫ്ലോയം ടിഷ്യൂ. ഫ്ലോയം ടിഷ്യൂ ആണ് ഇവിടെ കാണുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ കമ്പാനിയൻ സെൽ ഈസ് സെറ്റ് ടു ബി ഫ്ലോയം ടിഷ്യൂ. ദാറ്റ്സ് ക്ലിയർ. ദെൻ ലെൻഡിസെൽസ്. ഇപ്പോൾ ഇവിടെ ലെൻഡിസെല്ലുമായി ബന്ധപ്പെട്ടത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞതാണ് ലെൻഡിസെൽ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ദെൻ ബുള്ളിഫോം സെൽസ്. നമ്മൾ മുന്നേയുള്ള ക്വസ്റ്റ്യൻസിൽ ബുള്ളിഫോം സെൽസിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം പറഞ്ഞതാ. 3 പ്രോപ്പർട്ടീസ് പറഞ്ഞ് ഓർക്കുന്നില്ലേ? ഏതൊക്കെയാ? large, empty, colorless cells. So here you can observe bulliform cells, empty and colorless cells.
Then subsidiary cells, we have already mentioned subsidiary cells ആരുടെ ഭാഗമാണ്? This stomata. Subsidiary cells, stomata. Now you come to the mesophil cell. നമുക്ക് രണ്ട് തരം മീസോഫിൽ സെൽസ് ഉണ്ട്. ഏതെല്ലാം നമ്മുടെ രണ്ട് തരം മീസോഫിൽ സെൽസ്? സ്പോഞ്ചി മീസോഫിൽ സെൽ ആൻഡ് പാലിസൈഡ് മീസോഫിൽ സെൽ. മക്കൾ എന്താടാ സ്പോഞ്ചി മീസോഫിൽ സെൽ ആൻഡ് പാലിസൈഡ് മീസോഫിൽ സെൽ? നമ്മൾ രണ്ട് തരം മീസോഫിലെ ഡൈക്കോഡിൽ പഠിക്കുന്നുണ്ട്. That is elongated, parallelly arranged mesophil cell ഉണ്ട്, spongy palisade mesophil. Then you can observe the round or oval shaped mesophil cell, that is said to be a spongy mesophil. Palisade towards the adaxial epidermal ആണ്, spongy towards the abaxial epidermis ആണ്. നമ്മൾ ലീഫിൽ അത് പഠിക്കുന്നതാണ് അല്ലേ? Okay, so here this mesophil cell, that is chlorophyll bearing cells are referred as the mesophil cell. And finally ഇനി ഓപ്ഷൻ രണ്ടെണ്ണം ഉള്ളത്. എൻഡോഡേർമൽ സെല്ലും, എൻഡോഡേർമൽ സെല്ലിന് രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. കാസ്പേറിയൻ തിക്കനിങ് അല്ലെങ്കിൽ കാസ്പേറിയൻ ഷിപ്സ്, അതുപോലെ പ്രസന്റ് ബിറ്റ്വീൻ സൈലം. ഇങ്ങനെ രണ്ട് ഓപ്ഷൻസാണ് ഉള്ളത്. ഏതായിരിക്കാം? എൻഡോഡേർമൽ സെൽസ്. എൻഡോഡേർമൽ സെൽസ്, എൻഡോഡേം എന്ന് വെച്ചാൽ കോർട്ടക്സിന്റെ ഇന്നർമോസ്റ്റ് ലെയർ ആണ്. അതിൽ നമുക്ക് സ്യൂബറിൻ ഡെപ്പോസിഷൻ ഉണ്ട്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്യൂബറിൻ ഡെപ്പോസിഷൻ വരുന്ന സമയത്ത് അത് കാസ്പേറിയൻ ഷിപ്സ് ഫോം ചെയ്യും. സോ ദിസ് വിൽ ബി ദ ആൻസർ. ഓക്കെ, സോ ആൻസർ ഈസ് സെറ്റ് ടു ബി. അപ്പോൾ നമുക്ക് എല്ലാം മാച്ച് ചെയ്യാൻ സാധിച്ചു. ഒന്ന് ബാക്കിയുണ്ട്, പ്രസന്റ് ബിറ്റ്വീൻ സൈലം. സൈലത്തിന്റെ ബിറ്റ്വീൻ ഇടയ്ക്കാന്ന് പറയുന്നുണ്ട്, അതിനിവിടെ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. സോ നൗ യു കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ അനാട്ടമിയിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അനാട്ടമിയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ നൗ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം, അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. സോ അതിൽ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സൈറ്റോകൈനസിസ് ആൻഡ് ഫ്രം കാരിയോകൈനസിസ് എന്നാണ് ചോദിച്ചത്. സോ സൈറ്റോകൈനസിസ് ആൻഡ് കാരിയോകൈനസിസ്. അപ്പോൾ സൈറ്റോകൈനസിസും കാരിയോകൈനസിസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് പറയേണ്ടത്. സൈറ്റോ മീൻസ് വാട്ട്? Cell is the term which is related to what? Cell. Then karyo is the term which is related to nucleus. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താ ഈ ഒരു സൈറ്റോകൈനസിസ്. സോ സൈറ്റോകൈനസിസ്, കൈനസിസ്, ഡിവിഷൻ, സൈറ്റോകൈനിൻ ഹോർമോൺ നമ്മൾ പഠിച്ചതാണ്. ദെൻ കാരിയോകൈനസിസ്, അതിൽ കൈനസിസ് വരുന്നുണ്ട്, ഡിവിഷൻ. സോ കാരിയോ വെച്ചുകൊണ്ട് വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഏതാണ് കാരിയോ വെച്ചുകൊണ്ടുള്ള രണ്ട് ടേം എന്ന് പറയുന്നത്? കാരിയോകൈനസിസ്. കാരിയോകൈനസിസ് ദാറ്റ് ഈസ് കാരിയോ, പ്രൊകാരിയോട്സ് ആൻഡ് യൂക്കാരിയോട്സ്. പ്രൊകാരിയോട്സ് ആൻഡ് യൂക്കാരിയോട്സ്. പ്രൊകാരിയോട്സ് പ്രിമിറ്റീവ് ഫോം ഓഫ് ന്യൂക്ലിയസ്, യൂക്കാരിയോട്സ് ട്രൂ ഫോം ഓഫ് ന്യൂക്ലിയസ് അല്ലേ? ട്രൂ ന്യൂക്ലിയസ് ആർ പ്രസന്റ് ഇൻ ഓർഗാനിസം ലൈക്ക് യൂക്കാരിയോട്സ്. അപ്പോൾ ഇവിടെ സൈറ്റോകൈനസിസ് ഇസ് ദ സെൽ ഡിവിഷൻ ആൻഡ് ദ ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് ഈസ് റെഫേർഡ് ആസ് ദി കാരിയോകൈനസിസ്. അപ്പോൾ സെല്ല് ഡിവൈഡ് ചെയ്യുന്നതും അതുപോലെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് സൈറ്റോകൈനസിസിലും അതുപോലെ കാരിയോകൈനസിസ്. ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പേരിൽ നിന്നേ മനസ്സിലാവുന്നതാണത്. സോ സെൽ സൈക്കിളിലെ സെല്ലിൻ്റെ ഡിവിഷനിൽ വലിയ രണ്ട് ഈവൻസ് ആണ് സൈറ്റോകൈനസിസും അതുപോലെ കാരിയോകൈനസിസും. Now we move on to the next question. Describe the events taking place during interphase. ഇന്റർഫേസിൽ നടക്കുന്ന സെൽ സൈക്കിളിൽ ഇന്റർഫേസിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് G1, yes, G1, yes, then G2. അത് കഴിഞ്ഞാൽ നമുക്ക് here you can observe the M phase. M ഫേസിലാണ് നമുക്ക് സെല്ലിൻ്റെ പ്രോപ്പർ ഡിവിഷൻ നടക്കുന്നത്. ദാറ്റ് ഈസ് പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. അപ്പോൾ ഇതാണ് ഇന്റർഫേസ് എന്ന് പറയുന്ന ഭാഗം. ഇന്റർഫേസ്. അപ്പോൾ ഇന്റർഫേസിൽ G1, S, G2, M. അപ്പം സിന്തസിസ്, DNA സിന്തസിസ് നടക്കുന്ന ഫേസ് ആണ് എസ് ഫേസ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടക്കുന്ന ഭാഗമാണ് ഇത് G1. DNA സിന്തസിസ് നടക്കുന്ന ഭാഗം എസ് ഫേസ് ആണ്. സോ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടക്കുന്ന ഭാഗമാണ് G1 ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നൗ G2 ഫേസ് എന്ന് പറയുമ്പോൾ G2 ഫേസ്. സോ G2 ഫേസിന്റെ പ്രത്യേകത, G2 ഫേസിൽ നമുക്ക് ഈ സെൽ ഡിവിഷൻ നടക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ വരികയാണ്. ഡിവിഷൻ നടക്കാൻ ഇപ്പോൾ DNA സിന്തസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ G1 നടക്കുമെങ്കിൽ സെൽ ഡിവൈഡ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ എവിടെ? G2 നടക്കുന്നത്.
സോ ഇന്റർഫേസിലെ ഇവൻസ് എന്ന് പറയുന്നത് ഗ്യാപ്പ് 1, ദാറ്റ് ഈസ് G1 phase, then S phase, then G2 phase. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്റർഫേസിലെ ഇവൻസ് എന്ന് പറയുന്നത്. Okay, so now we move on to the next question. Why is mitosis called equational division? ഇവിടെ ഒരു ചോദ്യമുണ്ട്, മൈറ്റോസിസിനെ എന്തുകൊണ്ടാണ് നമ്മൾ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് പറയുന്നത്? മൈറ്റോസിസിനെ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് പറയാനുള്ള കാരണം എന്താണെന്നുള്ളതാണ്. ഓക്കെ, സോ രണ്ട് തരം ഡിവിഷൻസ് ഉണ്ട്. ഏതെല്ലാമാണ്? ഇക്വേഷണൽ ഡിവിഷൻ ആൻഡ് റിഡക്ഷൻ ഡിവിഷൻ. ക്രോമോസോം നമ്പർ, ദാറ്റ് ഈസ് നമ്മുടെ ക്രോമോസോം നമ്പർ 46 അല്ലേ? അപ്പൊ ഈ 46 ക്രോമോസോം നമ്പർ 46 ആയി തന്നെ തുടരുന്നത്, അതാണ് ഇക്വേഷണൽ ഡിവിഷൻ എന്ന് പറയുക. ഉണ്ടാകുന്ന ഡോട്ടർ സെൽസിലെ രണ്ടിലും ക്രോമോസോം നമ്പർ 46 തന്നെ ആയിരിക്കും. സോ ക്രോമോസോം നമ്പർ രണ്ടിലും, അതായത് നമ്മുടെ ഉണ്ടാകുന്ന രണ്ട് ഡോട്ടർ സെൽസിലും ക്രോമോസോം നമ്പർ 46 ആകുന്നത് കൊണ്ടാണ് മൈറ്റോസിസിൽ നമ്മൾ അതിനെ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് പറയുന്നത്. പക്ഷെ റിഡക്ഷൻ ഡിവിഷൻ ഉണ്ട്. ഡോട്ടർ സെൽസ് ഹാഫ് നമ്പർ ഓഫ് ക്രോമോസോം ആയി മാറുകയാണ്. ഇപ്പോൾ 46 ക്രോമോസോം ഉണ്ടെങ്കിൽ അത് 23 ആയി മാറുന്ന ഒരവസ്ഥയുണ്ട് അല്ലേ? നേരെ ഹാഫായി മാറുന്ന അവസ്ഥയുണ്ട്. അതിനെ വിളിക്കുന്ന പേര് റിഡക്ഷൻ ഡിവിഷൻ. സോ നമുക്ക് രണ്ട് തരമുള്ളത്, രണ്ട് തരം ഡിവിഷൻസ് ഉണ്ട്, ഇക്വേഷണൽ ഡിവിഷൻ ആൻഡ് അതുപോലെ റിഡക്ഷൻ ഡിവിഷൻ. സോ മൈറ്റോസിസ് ഈസ് കോൾഡ് ആസ് ദി ഇക്വേഷണൽ ഡിവിഷൻ, whereas meiosis is called as the reduction division. Okay, so next question, list the main differences between mitosis and meiosis. സോ ഫസ്റ്റ് കാര്യം നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏതായിരുന്നു? മൈറ്റോസിസ് എന്ന് പറയുമ്പം നമുക്ക് മൈറ്റോസിസിൽ അതിനെ വിളിക്കുന്ന പേര് ഇക്വേഷണൽ ഡിവിഷൻ. ദെൻ മിയോസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? മിയോസിസ് is said to be reduction division. Okay, സോ മിയോസ് എന്ന് പറയുമ്പം റിഡക്ഷൻ ഡിവിഷൻ. ഇനി ഞാൻ എങ്ങനെയാ പറഞ്ഞത്? ക്രോമോസോം നമ്പറിന്റെ പ്രത്യേകത എന്തായിരുന്നു? ക്രോമോസോം നമ്പർ, ദാറ്റ് ഈസ് ക്രോമോസോം നമ്പർ ഏതിൽ റെഡ്യൂസ് ആകുന്നത്? മൈറ്റോസിസിൽ ക്രോമോസോം നമ്പർ ഗെറ്റ് റെഡ്യൂസ്ഡ്, സെയിം കണ്ടിന്യൂ റിമെയിൻ സെയിം. മിയോസിസിലാണെങ്കിൽ നമുക്ക് അത് ഹാഫായി മാറും. ഓക്കെ, അതാണ് റിഡക്ഷൻ ഡിവിഷൻ എന്നും അതുപോലെ ഇക്വേഷൻ ഡിവിഷൻ എന്നും പറയുന്നത്. നൗ സാധാരണ നോർമൽ സെല്ലിൽ നടക്കുന്നത്, സൊമാറ്റിക് സെല്ലിൽ നടക്കുന്ന ഡിവിഷൻ ഏതാണ്? അത് മൈറ്റോസിസ് ആണ്. അതായത് ക്രോമോസോം നമ്പർ, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിന്റെ ഗ്രോത്തിനൊക്കെ സഹായിക്കുന്നത് ഈ ഒരു മൈറ്റോസിസ് ആണ്. അപ്പൊ മിയോസിസ് എന്തിനു വേണ്ടിയാണ് സഹായിക്കുക? മിയോസിസ് സഹായിക്കുന്നത് ഗാമീറ്റ് ഫോർമേഷന് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പൊ ഗാമീറ്റ്സ് ഉണ്ടാകാനുള്ള, ഗാമീറ്റ്സ് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ഈ ക്രോമോസോം നമ്പർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ ഗാമീറ്റ് ഫോർമേഷൻ, സോ ഗാമീറ്റ് ഫോർമേഷന് വേണ്ടി സഹായിക്കുന്നത് മിയോസിസ്. ദെൻ ഇവിടെ ഗ്രോത്തിന് പ്രധാനമായും വേണ്ടി സഹായിക്കുന്നത് നമ്മുടെ മൈറ്റോസിസ് ആണ്. സോ ഇതാണ് പ്രധാനപ്പെട്ട ഡിഫറൻസസ് എന്ന് പറയുന്നത് മൈറ്റോസിസ് മിയോസിസ്. മാത്രമല്ല ഇവിടെ two daughter cells are produced. Whereas meiosis alone 4 haploid daughter cells are produced. So this is the another difference. 4 haploid daughter cells are produced. So this is the another difference between the mitosis and meiosis. So now you come to the next question. The following are some of the important events in mitotic division. Mention the stages of mitosis during which these events happen. മൈറ്റോസിസിലെ 2 ഈവൻസ് തന്നിട്ടുണ്ട്. അത് ഏത് ഫേസിലാണ് നടക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്ത് ക്രോമസോംസ് സെപ്പറേറ്റ് ആകുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്രോമസോംസ് ഇങ്ങനെ ഇക്വേറ്റോറിയൽ പ്ലെയിനിൽ അറേഞ്ച് ചെയ്യുന്ന ഒരു സമയമുണ്ട്. എന്നിട്ട് അവിടേക്ക് നമ്മുടെ സ്പിൻഡിൽ ഫൈബർ ഫോം ചെയ്യും, ഇവിടേക്ക് വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ക്രോമസോം സെപ്പറേറ്റ് ആകുന്ന സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ക്രോമസോം സെപ്പറേറ്റ് ആകുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആൻഡ് ദിസ് ക്രോമസോംസ് സെപ്പറേറ്റ് ആവുകയാണ്. ദാറ്റ് ഫേസ് ഈസ് സെഡ് ടു ബി ഓഫ്, സോ വിച്ച് ഫേസിലാണ് അത് നടക്കുക?
Anaphase is the one. So which is the phase? Anaphase is the one in which this events happen. Anaphase. Then chromosomal material condenses to form what? Compact mitotic chromosome. Condensation. Chromosomal materials condense ചെയ്യുന്നത് ഇതില്ല. നമുക്ക് പ്രോഫേസ് ഉണ്ട്, മെറ്റാഫേസ് ഉണ്ട്, അനാഫേസ് ഉണ്ട്, ദെൻ ടീലോഫേസ് ഉണ്ട്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഏതിലായിരിക്കാം ക്രോമസോമിന്റെ കണ്ടൻസേഷൻ നടക്കുന്നത്? Okay, chromosome condensation takes place in which stage? Which stage? Chromosome condensation takes place in which stage? That is your prophase. Condensation takes place in the prophase stage. Okay. So നമുക്ക് ഇതാണ് ഈ ഒരു ആൻസർ, ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത്. So next question. Mention the importance of crossing over. So chromatids ഇങ്ങനെ പരസ്പരം ക്രോസിംഗ് ഓവർ, പരസ്പരം അടുത്ത് വന്നിട്ട് ക്രോസിംഗ് ഓവർ ചെയ്യുന്നുണ്ട്. സോ ദിസ് പോർഷൻ ക്രോസിംഗ് ഓവർ. സോ എന്താ ക്രോസിംഗ് ഓവറിന്റെ സിഗ്നിഫിക്കൻസ്? ടു എക്സ്ചേഞ്ച് ജനറ്റിക് മെറ്റീരിയൽ. ക്യാരക്ടർ കോമ്പിനേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ജനറ്റിക് മെറ്റീരിയൽ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുണ്ടാകുന്നത്? ക്രോസിംഗ് ഓവർ പ്രോസസ്സ് നടക്കുന്നത്. സോ ദ ക്രോസിംഗ് ഓവർ വിച്ച് ഹെൽപ്സ് ഇൻ വാട്ട്? എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? അത് എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ടു ക്രിയേറ്റ് കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. സിമ്പിൾ ആൻസർ അല്ലേ, നേരിട്ടുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ദിസ്. ഇവിടെ ഒരു കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. എ സെൽ വിത്ത് എ ക്രോമോസോം നമ്പർ 42 undergoes mitosis and another cell with 42 chromosomes undergoes meiosis. So here സെല്ലുകൾക്ക് 42 തന്നെയാണ് അവരുടെ ക്രോമോസോം നമ്പർ. ഒരാൾക്ക് മൈറ്റോസിസ് നടക്കുന്നുണ്ട്, മറ്റൊരാൾക്ക് മിയോസിസ് നടക്കുന്നുണ്ട്. ഓക്കെ, ഒരാൾക്ക് മൈറ്റോസിസ്, മറ്റൊരാൾക്ക് മിയോസിസ്. അപ്പം ചോദ്യം, ഗീവ് ദ ക്രോമോസോം നമ്പർ ഓഫ് ഡോട്ടർ സെൽസ് ആഫ്റ്റർ മൈറ്റോസിസ് ആൻഡ് മിയോസിസ്, ഗീവ് റീസൺസ് ഫോർ യുവർ ആൻസർ. നമ്മൾ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞതാ. മൈറ്റോസിസ് നടന്നാൽ ക്രോമോസോം നമ്പർ പകുതിയാകുമോ അതോ അതുപോലെ നിൽക്കുമോ? ഏതായിരിക്കാം ആൻസർ? ഏതായിരിക്കാം? 42 എന്ന് പറയുമ്പോൾ 42 അത് മൈറ്റോസിസ് നടന്നു കഴിഞ്ഞാൽ യെസ് സെയിം 42 ആയി തന്നെ തുടരും. ദെൻ ദിസ് 42 മിയോസിസ് നടക്കുകയാണെങ്കിൽ അത് നേർ പകുതിയാകും അല്ലേ? ഓക്കെ, സോ നേരെ ഹാഫ് ആയി മാറുന്നതാണ് 21 ക്രോമോസോംസ് ആയി മാറുന്നതിനെ വിളിക്കുന്ന പേര് അത് മിയോസിസ്, ബിക്കോസ് ഇറ്റ് ഈസ് റിഡക്ഷൻ ഡിവിഷൻ. സോ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ഇതാ. യെസ്, എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻ നോക്കൂ. Observe the given relation and fill in the blanks. So ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മിയോസിസ് അതിന്റെ പേര് റിഡക്ഷൻ ഡിവിഷൻ, ആൻഡ് മൈറ്റോസിസ്. സോ വാട്ട് ഈസ് മൈറ്റോസിസ്? സോ മൈറ്റോസിസ്, മിയോസിസ് റിഡക്ഷൻ ഡിവിഷൻ ആണെങ്കിൽ മൈറ്റോസിസ് എന്ന് പറയുന്നത് ഇക്വേഷണൽ ഡിവിഷൻ. സോ ദിസ് ഈസ് ഇക്വേഷണൽ ഡിവിഷൻ. ഓക്കെ, സോ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ബേസിക് ആയിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് അറിയേണ്ട കാര്യം. സോ ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. നോക്കാം, ഡയഗ്രാം കാണുമ്പോഴേ അറിയാം, നമുക്ക് നേരിട്ടുള്ള ചോദ്യമായിരിക്കും. സോ എ ഡയഗ്രാമാറ്റിക് വ്യൂ ഓഫ് സെൽ സൈക്കിൾ ഈസ് ഗിവൺ ബിലോ. ഇവിടെ നമുക്ക് സെൽ സൈക്കിളിന്റെ ചിത്രം തന്നിട്ടുള്ളത്. സോ ഹിയർ യു കൻ ഒബ്സർവ് എസ് ഫേസ്, അതിനു മുന്നേ G1 ഫേസ് ഉണ്ട്, ഒരു G0 ഫേസ് ഇനാക്റ്റീവ് ഫേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, G2 ഫേസ്, അത് കഴിഞ്ഞ് പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് അല്ലേ? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് കൊടുത്തിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമ്മളോട് ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറയുന്നത് DNA സിന്തസിസ് ടേക്സ് പ്ലേസ്. എവിടെയാണ് DNA സിന്തസിസ് നടക്കുക എന്നാണ് ചോദിച്ചത്. ഏതിലാ? ഓഫ് കോഴ്സ് DNA സിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ വിച്ച് ഫേസ്? യെസ് ഫേസ്. അതിലാർക്കാ സംശയം? സിന്തസിസ് ഫേസ്. സിന്തസിസ് ഫേസിലാണ് DNA synthesis നടക്കുന്നത്. It is the phase in which DNA synthesis takes place. That is S phase. Clear? And now these chromosomes are arranged at the equator of the spindle. So chromosomes are arranged at the equator of the spindle. So chromosomes ഇങ്ങനെ നമുക്ക് നമ്മുടെ സെല്ലിന്റെ മിഡിൽ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ അറേഞ്ച് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. വിച്ച് ഈസ് ദാറ്റ് ഫേസ്? ആർക്ക് പറയാം? സോ വിച്ച് ഈസ് ദാറ്റ് ഫേസ്? ഏതാണ് ആ ഫേസ്? Okay, which is that phase? So which is the phase?
So that phase is known as chromosomes equatorial plane arrange ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? That is metaphase plate arrangement. Okay, so this phase ഇത് നടക്കുന്നത് എവിടെയാണ്? Chromosomes are arranged in the equatorial plane during the metaphase. Mention 2 significant points of mitosis in the life of an organism. Okay, ഒരു ഓർഗാനിസത്തിന്റെ ലൈഫിൽ മൈറ്റോസിസിന്റെ പ്രാധാന്യം. ഓഫ് കോഴ്സ് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ്? നമുക്ക് ഗ്രോത്ത് നടക്കണം അല്ലേ? ഗ്രോത്ത്, വളർച്ച എന്നുള്ള ഒരു കാര്യമുണ്ട്. ആ വളർച്ച നടക്കണമെങ്കിൽ നമുക്ക് നിർബന്ധമായും ഈ ഒരു ആവശ്യമുണ്ട്. വളർച്ച നമുക്ക് നിർബന്ധമായും നമ്മൾ അറിയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഇമ്പോർട്ടൻറ്റ്, മെയിൻ്റനൻസ് ഓഫ് ദിസ് ക്രോമോസോം നമ്പർ. ക്രോമോസോം നമ്പർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ക്രോമോസോം നമ്പർ മെയിൻ്റനൻസ്, ക്രോമോസോം നമ്പർ മെയിൻ്റനൻസും അതിന് ഈ മൈറ്റോസിസ് അങ്ങനെ തുടർന്ന് പോകേണ്ടതുണ്ട് അല്ലേ? സോ 2 സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഒന്ന് ഗ്രോത്തിന് വേണ്ടിയിട്ട്, അതുപോലെ ക്രോമോസോം നമ്പർ ഒരുപോലെ തുടർന്ന് പോകണം. അതിന് മൈറ്റോസിസ് നിർബന്ധമാണ്. ഓഫ് കോഴ്സ് മിയോസിസ് നമുക്ക് പുതിയൊരു ഓർഗാനിസം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മിയോസിസും ആവശ്യമാണ്. സോ ഇവിടെ നമുക്ക് 2 സിഗ്നിഫിക്കൻസ് ആണ് മിയോസിസിനുള്ളത്, സോറി മൈറ്റോസിസിനുള്ളത്. സോ ദിസ് ഈസ് ദ ആൻസർ ഫോർ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് നൗ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്, പ്രോഫേസ്. സോ മിയോസിസിലെ പ്രാധാന്യം നോക്കുന്നത്, ദാറ്റ് ഈസ് മിയോസിസ് prophase of the first meiotic division is typically longer and complex. Meiosis 1 നമ്മൾ പരിശോധിക്കുമ്പം ആ Meiosis 1 ലോങ്കർ ആൻഡ് കോംപ്ലക്സ് ഫേസ് ആണ് അതിലെ Meiosis 1. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ ഫർദർ സബ്ഡിവൈഡഡ് ഇൻ ടു 5 phases. 5 phases ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് the major events of these substages are given. നമുക്ക് 5 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതിലെ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ സ്റ്റേജസ് A, B, C, D and E. നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഏതൊക്കെയാണ് നമ്മുടെ 5 ഫേസ്? ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനസിസ്. അപ്പം പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോംസ്, ഹോമോലോഗസ് ക്രോമോസോംസ് തമ്മിൽ പെയർ ചെയ്യുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് യുവർ സൈഗോട്ടീൻ. ദെൻ ലാസ്റ്റ് സ്റ്റേജ് ദാറ്റ് ഈസ് ടെർമിനലൈസേഷൻ ഓഫ് ദിസ് കയാസ്മേറ്റ, ദാറ്റ് ഈസ് യുവർ ഡയാകൈനസിസ്. Diagrammatic. Then crossing overs occurs in which stage? That is your packeting. Packeting stage. Then chromosomes are visible under light microscope. ഏറ്റവും നന്നായിട്ട് ക്രോമസോംസിനെ വിസിബിൾ ആകുന്നത്, കാണാൻ പറ്റുന്നത് ഏത് സ്റ്റേജിലാണ്? ദാറ്റ് ഈസ് യുവർ ലെപ്റ്റോട്ടീൻ. ലെപ്റ്റോട്ടീൻ സ്റ്റേജ്. ദെൻ ദിസ് ഫോർമേഷൻ ഓഫ് കയാസ്മേറ്റ. ഏതാണ് ഫോർമേഷൻ ഓഫ് കയാസ്മേറ്റ? വിച്ച് ഈസ് ദ വൺ? ദാറ്റ് ഈസ് യുവർ ഡിപ്ലോട്ടീൻ. Okay, leptotin, zygotin, packetin, diplotin and diakinesis. So this is the order. Okay, leptotin, zygotin, packetin, diplotin and diakinesis. Okay, so this is the stages. അപ്പോൾ അതിൽ നമ്മൾ അറേഞ്ച് ദീസ് സ്റ്റേജസ് ഇൻ ദ കറക്റ്റ് ഓർഡർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ, ഡിപ്ലോട്ടിൻ ആൻഡ് ഡയാകൈനസിസ്. സോ ഇതാണ് നമുക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Observe the diagram and identify A and B stages of mitosis. Write any 2 identifying features of each stages. 2 ഡയഗ്രാം തന്നിട്ടുണ്ട്. ഈ 2 ഡയഗ്രാം ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ചെയ്യാൻ മാത്രം പോരാ, അതിൽ നടക്കുന്ന ഈവൻസിനെ കുറിച്ച് അറിയണം. സോ ഫസ്റ്റ് വൺ ഏതാ? ദിസ് മെറ്റാഫേസ്. സോ മെറ്റാഫേസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രോഫേസ്, മെറ്റാഫേസ് രണ്ടാമത്തെ ഫേസ് ആണല്ലേ. സോ ദിസ് ഇസ് സെക്കൻഡ് ഫേസ്. സോ സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ചസ് ടു ദ kinetochore. So this region is called as the kinetochore region. So this is the first importance. And now these chromosomes are arranged in the equatorial plane അല്ലേ. ഇക്വേറ്ററിൽ സ്പിൻഡിൽ ഫൈബേഴ്സിന്റെ ഇക്വേറ്ററിൽ കറക്റ്റ് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും.
ഇതിന് വേണ്ടി രണ്ട് ഭാഗത്തേക്ക് ഈക്വലായിട്ട് സെപ്പറേറ്റ് ആകണ്ടേ, അതിനുവേണ്ടി നമ്മൾ രണ്ട് ഭാഗത്തേക്കും ഈക്വലായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ്. സോ സ്പിൻഡിൽ ഫൈബേഴ്സ് ആർ ഫോംഡ് ദാറ്റ് ആർ അറ്റാച്ച്ഡ് ടു ദ കൈനറ്റോകോർസ് ഓഫ് ദീസ് സെൻട്രോമിയർ. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് these chromosomes are arranged on the equatorial plane. Okay, now you come to the anaphase. Anaphase is centromere separates, centromere divides and this chromatid separate. നമ്മുടെ chromatids രണ്ട് ഭാഗത്തേക്കും സെപ്പറേറ്റ് ആയി and this each chromatid moves on to the opposite poles. രണ്ട് ഭാഗത്തേക്കും chromatids സെപ്പറേറ്റ് ആയിട്ട് വലിയുകയാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. So we have studied the significance of this metaphase and anaphase. നമ്മൾ മെറ്റാഫേസിന്റെയും അനാഫേസിന്റെയും സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു ഇപ്പം. Okay, so this is the idea behind the 29th question. And now we move on to the next question. So cell cycle important questions നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. So now it's a time to discuss your next chapter, that is your cell, the unit of life. അപ്പോൾ നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് cell, the unit of life. Why is the cell basic unit of life? So cell structural and functional unit of life ആണെന്ന് എല്ലാവർക്കും അറിയാം. ചോദ്യം അതല്ല. ചോദ്യം നമ്മളുടെ എന്തുകൊണ്ടാണ് സെൽ ഒരു ഫങ്ഷണൽ യൂണിറ്റ് ആകുന്നത് എന്നാ ചോദിച്ചത്. അതല്ല വിച്ച് ഈസ് ദ ഫങ്ഷൻ യൂണിറ്റ് എന്ന് ചോദിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ആൻസർ നമുക്ക് ആർക്ക് പറയാൻ പറ്റും? വൈ, വിച്ച് അല്ല, വൈ. ഇപ്പൊ വരി ഇതാണ്, ആൻസർ ഇതാണ്. എനിത്തിങ് ലെസ് ദാൻ എ കംപ്ലീറ്റ് സ്ട്രക്ചർ ഓഫ് എ സെൽ ഡസ് നോട്ട് ഹാവ് ദി ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ്. സെല്ലിനേക്കാളും ചെറിയ ഒരു വസ്തുവിന് സ്വതന്ത്രമായ നിലനിൽപ്പ് ഇല്ല. എനിത്തിങ് ലെസ് ദാൻ എ കംപ്ലീറ്റ് സ്ട്രക്ചർ ഓഫ് എ സെൽ ഡസ് നോട്ട് ഹാവ് ദി ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ്. ദാറ്റ്സ് വൈ ദ സെൽ ഈസ് കോൾഡ് ആസ് ദി ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ജീവന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് സെല്ലാന്ന് പറയാനുള്ള കാരണം എന്താ? സെല്ലിനേക്കാളും ചെറിയ ഒരുപാട് വസ്തുക്കൾ ഉണ്ടടാ, പക്ഷെ അവർക്കൊന്നും സ്വന്തമായിട്ട് നിലനിൽക്കാൻ പറ്റുന്നില്ലല്ലോ. ഏറ്റവും ചെറിയ രൂപം സ്വന്തമായി നിലനിൽക്കുന്നത് ഏതാ? അത് സെല്ലാ. അതുകൊണ്ടാണ് നമ്മൾ ഈ സെല്ലിനെ നമ്മൾ ഫങ്ഷണൽ യൂണിറ്റ്, ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല വിച്ച് പെർഫോംസ് ഒരു വലിയ ഓർഗാനിസം ചെയ്യുന്ന അതേ ഫങ്ഷൻസ് ഒരു സെല്ല് ചെയ്യുന്നുണ്ട്. ഈ സെല്ല് ചെയ്യുന്ന അതേ ഫങ്ഷന്റെ റിഫ്ലക്ഷൻ ആണ് ഒരു വലിയ ഓർഗാനിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവന്റെ ഫങ്ഷൻ, ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് സെല്ലാണ്. ഓക്കെ, യെസ്. സോ ദിസ് ഈസ് ദ ആൻസർ. സെൽ തിയറി ഇൻ ബ്രീഫ് എന്നാ പറഞ്ഞത്. സെൽ തിയറി. സോ 3 സയന്റിസ്റ്റുകളാണ്, തിയോഡർ ഷ്വാൻ ആൻഡ് MJ ഷ്ലീഡൻ ആൻഡ് റുഡോൾഫ് വിർഷോ. 3 സയന്റിസ്റ്റുകളെ നമുക്ക് സെൽ തിയറി ബ്രീഫ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഷീഡൻ എന്നുള്ള സയന്റിസ്റ്റ് നമ്മളോട് പറയുകയാണ് പ്ലാന്റ്സ് നിർമ്മിച്ചിരിക്കുന്നത് സെൽസ് ആൻഡ് സെൽ പ്രോഡക്റ്റുകൾ കൊണ്ടൊക്കെയാണെന്ന് പറഞ്ഞു തന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് സയന്റിസ്റ്റ് തിയോഡർ ഷ്വാൻ, അദ്ദേഹം അനിമൽ സെല്ലിൽ ചിലതിൽ ഒബ്സർവ് ചെയ്തപ്പോൾ ഒരു മെംബ്രെയിൻ ലൈക്ക് സ്ട്രക്ചർ കാണുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു പ്ലാന്റ് സെൽസും അനിമൽ സെൽസും നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണ്, സെല്ലിന്റെ പ്രോഡക്റ്റ് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. 2 സയന്റിസ്റ്റുകൾ ആരൊക്കെയാ? MJ ഷ്ലീഡൻ ആൻഡ് തിയോഡർ ഷ്വാൻ. പക്ഷെ അവർക്ക് ഒരു സെല്ല് എങ്ങനെയാ ഉണ്ടാവുക എന്ന് പറയാൻ സാധിച്ചിട്ടില്ല. അതാരാ ഡിസ്ക്രൈബ് ചെയ്ത് തന്നത്? ദാറ്റ് ഈസ് സെറ്റ് ടു ബി യുവർ നെക്സ്റ്റ് സയന്റിസ്റ്റ്, യുവർ റുഡോൾഫ് വിർഷോ. സോ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? സെൽസ് ആർ അറൈസിംഗ് ഫ്രം, ഓർ ന്യൂ സെൽസ് ആർ ഒറിജിനേറ്റിംഗ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. പ്രീ എക്സിസ്റ്റിംഗ്, അതായത് മുന്നേ നിലനിൽക്കുന്ന സെല്ലിൽ നിന്ന് മാത്രമാണ് പുതിയ സെല്ലുകൾ ഉണ്ടാവുക എന്നുള്ള തിയറിയാണ് ആര് മുന്നോട്ട് വെച്ചത്? റുഡോൾഫ് വിർഷോ. ഓക്കെ, അപ്പൊ നമ്മളുടെ എക്സാമിന് ഇത് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ചോദിക്കും. ഓരോരോ സയന്റിസ്റ്റുകളും എന്താണ് പറഞ്ഞത്, തിയോഡർ ഷ്വാൻ എന്താ പറഞ്ഞത്, അതുപോലെ MJ ഷ്ലീഡൻ എന്താ പറഞ്ഞത്, റുഡോൾഫ് വിർഷോ എന്താ പറഞ്ഞത്, വാട്ട് ഈസ് സെൽ തിയറി. അപ്പൊ നമുക്ക് സെൽ തിയറി ഒന്ന് നോക്കാം. All organisms, there are 2 points in cell theory. All organisms are made up of cells and their products. സെൽസും അവരുടെ പ്രോഡക്ട്സും കൂടി ചേർന്നതാണ് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് നമ്മുടെ റുഡോൾഫ് വിർഷോ പറഞ്ഞതാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, ദാറ്റ് ഈസ്
സെൽസ് ആർ അറൈസിങ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ്, മുന്നേ നിലനിൽക്കുന്ന ഒരു സെല്ലിൽ നിന്ന് മാത്രമാണ് ഒരു പുതിയ സെല്ല് ഉണ്ടാവുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ ദീസ് ആർ ദ 2 പോയിന്റ്സ് ഇൻ സെൽ തിയറി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ചാപ്റ്ററിൽ നമ്മൾ നിർബന്ധമായും പഠിച്ചു വെക്കേണ്ട ഒരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, സോ നൗ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Differentiate between rough endoplasmic reticulum and smooth endoplasmic reticulum. റഫ് എൻഡോപ്ലാസ്റ്റ് റെറ്റിക്കുലവും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും തമ്മിലുള്ള ഡിഫറൻസസ് നോക്കണം. അപ്പൊ എന്താ എൻഡോപ്ലാസ്റ്റ് റെറ്റിക്കുലം? എൻഡോപ്ലാസ്റ്റ് റെറ്റിക്കുലം എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ഓഫ് ദിസ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ഫോർ എക്സാമ്പിൾ, വെൻ യു കൺസിഡർ എ സെൽ, ഇതതിൻ്റെ ന്യൂക്ലിയസ് ആണ്. ഇതതിൻ്റെ ന്യൂക്ലിയസ് ആണ്. ആ ന്യൂക്ലിയസിന് ചുറ്റും യു കൻ ഒബ്സർവ് ആസ് ദി എക്സ്റ്റൻഷൻ ഓഫ് ദീസ് nuclear membrane, you can observe like these structures. So these are said to be your endoplasmic reticulum. ഇനി എൻഡോപ്ലാസ്റ്റ് റെറ്റിക്കുലത്തിന്റെ ചില ഭാഗങ്ങളിൽ, സോ എൻഡോപ്ലാസ്റ്റ് റെറ്റിക്കുലത്തിന്റെ ചില ഭാഗങ്ങളിൽ യു കൻ ഒബ്സർവ് റൈബോസോംസ് അറ്റാച്ച്ഡ്. ഈ റൈബോസോംസ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ്, റൈബോസോംസ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് RER. RER. റൈബോസോംസ് ഒന്നും ഇല്ലാത്ത ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേര് SER. RER stands for rough endoplasmic reticulum and SER stands for the smooth endoplasmic reticulum. So ribosomes എവിടെയാണോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആ ഭാഗം റഫ് എൻഡോപ്ലാസ്റ്റ് റെറ്റിക്കുലം, റൈബോസോം അറ്റാച്ച് ചെയ്യാത്ത ഭാഗത്തെ സ്മൂത്ത് എൻഡോപ്ലാസ്റ്റ് റെറ്റിക്കുലം എന്ന് പറയും. അപ്പം രണ്ടിന്റെ ഫങ്ഷൻസ് വ്യത്യാസമുണ്ട് കേട്ടോ. ഈ റൈബോസോംസ് അറ്റാച്ച് ചെയ്തത് കൊണ്ട്, റൈബോസോംസ് ഇവിടെ ധാരാളം ഉള്ളത് കൊണ്ട് അവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കാം? റൈബോസോംസ് അറ്റാച്ച് ചെയ്തുകൊണ്ട്, റൈബോസോംസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, ദാറ്റ് ഈസ് പ്രോട്ടീൻ സിന്തസൈസിങ് ഫാക്ടറി. പ്രോട്ടീൻ സിന്തസൈസിങ് ഫാക്ടറി നമ്മൾ വിളിക്കുന്ന പേരാ റൈബോസോംസ്. ഒരു സെല്ലിനകത്ത് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? റൈബോസോംസ്. വിതൗട്ട് റൈബോസോംസ് പ്രോട്ടീൻ സിന്തസിസ് പോസിബിൾ അല്ല. പ്രോട്ടീൻ സിന്തസിസ് റൈബോസോംസ് ഇല്ല നമുക്ക് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് എല്ലാ സെൽ ഓർഗനൽസും, യുക്കാരിയോട്സും പ്രൊക്കാരിയോട്സും ഉണ്ടായിട്ടും ആ യുക്കാരിയോട്സിലും പ്രൊക്കാരിയോട്സിലും എല്ലാ സെൽ ഓർഗനൽസും ഇല്ലല്ലോ. വെൽ ഡിഫൈൻഡ് ഓർഗനൽസ്, സെൽ ഓർഗനൽസ് ഒക്കെ ഉള്ള ഭാഗമാണ് ഉള്ള സെല്ലുകളാണ് യുക്കാരിയോട്സ്. പക്ഷെ അവർക്ക് റൈബോസോം ഉണ്ട്. അതുപോലെ തന്നെ പ്രൊക്കാരിയോട്സിന് റൈബോസോം ഉണ്ട്. ബാക്കിയൊന്നും പ്രൊക്കാരിയോട്സിനില്ല. ഈവൻ മൈറ്റോകോൺട്രിയ വരെ ഇല്ല. പ്രൊക്കാരിയോട്സിലെ മൈറ്റോകോൺട്രിയയ്ക്ക് പറഞ്ഞാൽ റെസ്പിറേഷൻ ചെയ്യുന്നത് ഏത് ഭാഗത്താ? സെൽ മെംബ്രെയിൻ്റെ ഇൻവാജിനേഷൻ ഉണ്ട്. എന്താ ആ ഇൻവാജിനേഷൻ്റെ പേര്? സ്പെഷ്യലൈസ്ഡ് മെംബ്രെയിൻസ് ആർ സെഡ് ടു ബി ഏതായിരുന്നു? മീസോസോംസ് ആണ്. ഉണ്ടോ? മൈറ്റോകോൺട്രിയ ഇല്ലാതിരുന്നിട്ട് കൂടെ ദേ ഹാവ് റൈബോസോംസ്. അപ്പൊ നമുക്കത് എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാം? ബിക്കോസ് പ്രോട്ടീൻസ് ആർ നെസസറി ഫോർ ഫങ്ഷൻസ് ഓഫ് ഈച്ച് ആൻഡ് എവറി സെൽ. ഓരോരോ സെല്ലിന്റെ ഫങ്ഷൻ ചെയ്യാനും പ്രോട്ടീൻസ് അത്യാവശ്യമാണ്. അപ്പൊ രണ്ടിനും, അത് വെദർ ഇറ്റ് ഈസ് പ്രൊകാരിയോട്ടിക് സെൽ ഓർ യുക്കാരിയോട്ടിക് സെൽ, പ്രോട്ടീൻ നിർബന്ധമാണല്ലോ. അതുകൊണ്ട് റൈബോസോം നിർബന്ധമായിട്ടുണ്ട്. റൈബോസോം അറ്റാച്ച് ചെയ്തുകൊണ്ട് RERന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ്, സംശയമില്ലാത്ത കാര്യമാണ്. ദെൻ SER ലിപ്പിഡ് സിന്തസിസ് നടക്കുന്ന സ്ഥലമാണ്. കാരണം അവിടെ റൈബോസോംസ് ഒന്നുമില്ല കേട്ടോ. ലിപ്പിഡ് സിന്തസിസ് നടക്കുന്ന ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ സിസ്റ്റേണ ഉണ്ടല്ലോ. എന്താ സിസ്റ്റേണ എന്ന് വെച്ചാൽ ഓരോരോ സ്റ്റാക്കുകൾ. സിസ്റ്റേണ എന്നുള്ളത് നമുക്ക് ഗോൾജിക്ക് മാത്രമല്ല പറയുന്നത്, ഇവിടെയും സിസ്റ്റേണ എന്ന് പറയാം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഓരോരോ സ്റ്റാക്കുകളില്ല, അതിൻ്റെ ഉള്ളിലൊരു ഭാഗമുണ്ട്. ആ സ്പേസുകളില്ലേ, ആ സ്പേസുകളെ വിളിക്കുന്ന പേരാ ല്യൂമൻ. അതിൻ്റെ ഉള്ളിൽ ക്യാവിറ്റി ഉണ്ടാകും. ആ ക്യാവിറ്റികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ല്യൂമൻ. അതിനുള്ളിലേക്കാണ് പ്രോട്ടീൻ ഉണ്ടായിട്ട് പ്രോട്ടീൻ നിക്ഷേപിക്കുക. കാരണം റൈബോസോം പ്രോട്ടീൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നിക്ഷേപിക്കും. എന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകട്ടെ. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് വേണ്ട സ്ഥലത്തേക്ക് അത് ടാർഗറ്റ് ചെയ്ത് പോകുക എന്ന് നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, സോ ആൻസർ കിട്ടിയല്ലോ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദി റഫ് എൻഡോപ്ലാസ്റ്റ് റെറ്റിക്കുലം ആൻഡ് സ്മൂത്ത് എൻഡോപ്ലാസ്റ്റ് റെറ്റിക്കുലം. നമ്മളോട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനേ പറഞ്ഞുള്ളൂ. നമ്മൾ അതിൻ്റെ ഫംഗ്ഷൻ എല്ലാം വെച്ച് ഡിസ്കസ് ചെയ്തു. സോ the portion of this endoplasmic reticulum were ribosomes attached. അതിനെ വിളിക്കുന്ന പേര് rough endoplastic reticulum. Then you have the
സ്മൂത്ത് എൻഡോപ്ലാസ്റ്റ് റെറ്റിക്കുലം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈബോസോംസ് നോട്ട് അറ്റാച്ച്ഡ്, അതിനെ വിളിക്കുന്ന പേര് സ്മൂത്ത് എൻഡോപ്ലാസ്റ്റ് റെറ്റിക്കുലം. സോ നൗ യു കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What does S stands in the 70S and 80S ribosomes? നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ. 70S റൈബോസോംസും 80S റൈബോസോംസും ഒരുപാട് നമ്മൾ കേൾക്കുന്നതാണ്. 70S റൈബോസോംസും 80S റൈബോസോംസും. അപ്പൊ എന്താ അത്? സ്വെഡ്ബർഗ് യൂണിറ്റ് ആണ്. സ്വെഡ്ബർഗ് യൂണിറ്റ് സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ് ആണ് അല്ലേ. അപ്പോൾ പ്രൊക്കാരിയോട്സിൽ നമുക്ക് 70Sഉം യുക്കാരിയോട്സിൽ 80Sഉം ആണ്. അപ്പോൾ അത് പഠിക്കാനുള്ള എളുപ്പ വഴി എന്താ? ഞാനിങ്ങനെ പറയാറുണ്ട് എപ്പോഴും, ദാറ്റ് ഈസ് 3, 4, 5, 6, 7, 8. പെട്ടെന്നായില്ലേ നോക്ക്. 3, 4 താഴേക്കാണ് കേട്ടോ. 3, 4, 5, 6, 7, 8. ഇതേതാ? പ്രൊക്കാരിയോട്സ്. ഇതാണെങ്കിൽ യുക്കാരിയോട്സ്. ഇനി ഇതിനെ ഓരോ 0 ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് കിട്ടും. എക്സാമിന് കൺഫ്യൂഷൻ വന്നാൽ അപ്പം എഴുതി വയ്ക്കുക ഇത്. പക്ഷെ നിങ്ങൾ 3, 4 ഇങ്ങനെയൊന്നും എഴുതി വെക്കരുത്. 3, 4, 5, 6 അങ്ങനെയല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതുപോലെ എഴുതിയാൽ മതി. താഴേക്ക് 3, 4, 5, 6, 7, 8. നത്തിങ് ബട്ട് പ്രൊക്കാരിയോട്സിലെ സ്മോളർ സബ് യൂണിറ്റ്. പ്രൊക്കാരിയോട്സിലെ സ്മോളർ സബ് യൂണിറ്റ് 30S. പ്രൊക്കാരിയോട്സിലെ ലാർജസ്റ്റ് സബ് യൂണിറ്റ് 50S. ടോട്ടൽ 70S. അതുപോലെ യുക്കാരിയോട്സിലെ 40, then 60, then 80. ഉണ്ടോ? പെട്ടെന്ന് നമുക്ക് സ്വെഡ്ബർഗ് യൂണിറ്റ് അല്ലേ. കണ്ടോ എന്ത് എളുപ്പം പഠിക്കാൻ. സിമ്പിൾ അല്ലേ ഇത്? യെസ്. ഓക്കെ. സോ വാട്ട് ഡസ് എസ് സ്റ്റാൻഡ്സ് ഫോർ? സ്വെഡ്ബർഗ് യൂണിറ്റ് ആണ്. അപ്പോൾ ഇത് പഠിക്കാനുള്ള ഒരു എളുപ്പ വഴിയും കൂടെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. നമുക്ക് റൈബോസോമിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മളോട് ഇനി ആരും ചോദിക്കാൻ വരില്ല. വൈ ആർ മൈറ്റോകോൺട്രിയ നോൺ ആസ് ദി പവർ ഹൗസ് ഓഫ് ദി സെൽ? ഒരുപാട് കാലമായി നമ്മൾ കേൾക്കുന്നതാ മൈറ്റോകോൺട്രിയ ഈസ് കോൾഡ് ആസ് ദി പവർ ഹൗസ് ഓഫ് ദി സെൽ അല്ലേ. സെല്ലിന്റെ പവർ ഹൗസ് ആണ്. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമുക്ക് അറിയണം മൈറ്റോകോൺട്രിയ എന്തുകൊണ്ടാണ് പവർ ഹൗസ് ഓഫ് ദി സെൽ ആകുന്നതെന്ന്. എന്താ നമ്മൾ മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് ദി സെൽ ആണെന്ന് പറയാനുള്ള കാരണം? Mitochondria is the powerhouse of the cell. What's the reason behind this? Because എന്താ നടക്കുന്നത്? Yes, ATP production, energy currency of the cell, that is adenosine triphosphate. So adenosine triphosphate നകത്താണ് നമുക്ക് നമ്മുടെ എനർജി കറൻസി. സെല്ലാർ റെസ്പിറേഷൻ നടന്നിട്ടുണ്ടാകുന്ന എനർജി ഉണ്ടല്ലോ, ആ സെല്ലാർ റെസ്പിറേഷൻ നടന്നിട്ടുണ്ടാകുന്ന എനർജിയെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഏതിലാണ്? ATPയിലാണ്. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അത് ഉപയോഗിക്കാം അല്ലേ. വെനെവർ ആൻഡ് വേറെവർ നമുക്ക് എനർജി ആവശ്യം വരുന്നോ അവിടെ നമുക്ക് ATPയിൽ സ്റ്റോർ ചെയ്ത് വെച്ച എനർജി ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ATP is called as the energy currency of the cell. അതുണ്ടാകുന്ന സ്ഥലമാണ് മൈറ്റോകോൺട്രിയ. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് മൈറ്റോകോൺട്രിയ നമ്മൾ എന്ത് വിളിച്ചത്? പവർ ഹൗസ് ഓഫ് ദി സെൽ. സോ നൗ ദ സ്ട്രക്ചർ ഓഫ് മൈറ്റോകോൺട്രിയ. Sausage shaped mitochondria, and this മൈറ്റോകോൺട്രിയക്ക് ഡബിൾ മെംബ്രെയിൻ ഉണ്ടല്ലേ. പക്ഷെ ഞാൻ ഒന്നുകൂടെ ഒരു മെംബ്രെയിൻ പുറത്ത് വരയ്ക്കുകയല്ല ചെയ്യുന്നത്. എന്താ ആ മെംബ്രെയിന് ഒരു പ്രത്യേകത? സോ ദിസ് ഈസ് ദ ഔട്ടർ മെംബ്രെയിൻ. ദ ഇന്നർ മെംബ്രെയിൻ അതിനൊരു ഇൻവാജിനേഷൻസ് ഉണ്ട്. ഇന്നർ മെംബ്രെയിൻ ഇങ്ങനെയുള്ള ഇൻവാജിനേഷൻസ് കാണാം. ദാറ്റ് ഇൻവാജിനേഷൻസ് ഓഫ് ദി സെൽ മെംബ്രെയിൻ ആർ റെഫേർഡ് ആസ് ക്രിസ്റ്റ ഓർ ക്രിസ്റ്റേ വാട്ടെവർ. ഈ മടക്കുകളെ നമ്മൾ വിളിക്കുന്ന പേര്, അതിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റ ഓർ ക്രിസ്റ്റേ. ആൻഡ് ദ ഇന്നർ സ്പേസ്, ടോട്ടൽ ഇന്നർ സ്പേസ് ഈസ് റെഫേർഡ് ആസ് ദി, so this portion is called as the matrix, mitochondrial matrix. അവിടെയാണ് നമ്മുടെ മെയിൻ ബയോസിന്തറ്റിക് പാത്വേസ് ഒക്കെ നടക്കുന്നത്. മെയിൻ ബയോസിന്തറ്റിക് പാത്വേ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് റെസ്പിറേഷനിലെ കേട്ടോ. ക്രബ് സൈക്കിൾ പ്രധാനമായും നടക്കുന്നത് ഇവിടെയല്ലേ, മാട്രിക്സിലല്ലേ. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നത് ഈ ഒരു മെംബ്രെയിനിലാണ്. ഏത് മെംബ്രെയിൻ? ഇന്നർ ആണോ ഔട്ടർ ആണോ? ഇന്നർ മെംബ്രെയിനിലാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നടക്കുന്നത്. ഈ സ്പേസിനെ വിളിക്കുന്ന ഒരു പേരുണ്ടോ? എന്താ ആ രണ്ട് സ്പേസിനെ വിളിക്കുന്ന, ഈ ഒരു മെംബ്രെയിൻ്റെ ഇടയിലുള്ള സ്പേസിനെ വിളിക്കുന്ന പേരാണ്, കേട്ടില്ല, ദാറ്റ് ഈസ് സെഡ് ടു ബി യുവർ ഇന്റർ മെംബ്രെയിൻ സ്പേസ്.
നോട്ട് ഇന്നർ മെംബ്രെയിൻ, ഇന്റർ മെംബ്രെയിൻ സ്പേസ്. അപ്പോൾ നമ്മളിപ്പം മൈറ്റോകോൺഡ്രിയയെ കുറിച്ച് പഠിച്ചു. അപ്പം ഇവിടെ ക്രെബ്സ് സൈക്കിൾ നടന്നിട്ട് ഗ്ലൈക്കോലൈസ് പുറത്തു നടന്ന് അതിൽ നിന്നുണ്ടാകുന്ന NADHും FADH ഒക്കെ ഓക്സിഡൈസ് ചെയ്ത് മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിനിലുള്ള ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ ഫലമായിട്ട് ATP ഉണ്ടാക്കി നമുക്ക് തരുന്നത് കൊണ്ടാണ്. വിതൗട്ട് ATP നമുക്ക് ഒരു പ്രവൃത്തിയും സാധ്യമല്ല. ഈവൻ ഇൻ ദ പ്ലാന്റ് സെൽ, അനിമൽ സെൽ, ഏത് സെല്ലായാലും അല്ലേ. ATP വേണം, എനർജി കറൻസി ഓഫ് എ സെല്ലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ATP വേണം. അതുണ്ടാക്കി തരുന്ന ഭാഗമായതുകൊണ്ടാണ് മൈറ്റോകോൺഡ്രിയ ഇസ് നോൺ ആസ് എ പവർ ഹൗസ് ഓഫ് ദി സെൽ. അപ്പോൾ ഇതിനകത്ത് മൈറ്റോകോൺഡ്രിയയ്ക്ക് DNA ഉണ്ട്, റൈബോസോംസ് ഉണ്ട്, സെമി ഓട്ടോണോമസ് ഓർഗനലാണ്. സോ അതാണ് മൈറ്റോകോൺഡ്രിയയുടെ പ്രത്യേകത. സോ നൗ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. So what is the significance of vacuole in plant cell? പ്ലാന്റ് സെല്ലിലെ വാക്യൂളിന്റെ പ്രാധാന്യം എന്താണ്? നമുക്ക് ഏതൊരു സ്ഥാപനമാകുമ്പോഴും ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോഴും നമ്മുടെ റൂം ആണെങ്കിൽ പോലും നമുക്ക് സ്റ്റോറേജ് സ്പേസ് നിർബന്ധം അല്ലേ. സ്റ്റോറേജ് സ്പേസ്, വിത്തൗട്ട് സ്റ്റോറേജ് സ്പേസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വാരിയിട്ട പോലതായിരിക്കും. അപ്പോൾ സ്റ്റോറേജ് സ്പേസ് പ്ലാന്റ് സെല്ലിലും ആവശ്യമുണ്ട്. ഇപ്പോൾ പ്ലാന്റ് സെല്ലിലെ 90% ഓഫ് ദിസ് പ്ലാന്റ് സെൽ ഈസ് ഓക്യുപ്പൈഡ് ബൈ ആരാ? വാക്യൂൾ. പ്ലാന്റ് സെല്ലിൽ ഒരുപാട് വാക്യൂൾ ഉണ്ടാകും. ആ വാക്യൂൾ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാകും. അത് സാപ്പ്, എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ, പ്ലാന്റ് ജ്യൂസസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഭാഗമാണ് ഈ വാക്യൂൾ എന്ന് പറയുന്നത്. അതിനകത്താണ് പ്ലാന്റിന്റെ എല്ലാ സംഭവങ്ങളും കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയി അല്ലേ? ഓക്കെ. മാത്രമല്ല നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു വേർഡാണ്, ദാറ്റ് ഈസ് യുവർ ടോണോപ്ലാസ്റ്റ്. സോ വാട്ട് ഈസ് ദിസ് ടോണോപ്ലാസ്റ്റ്? വാക്യുലാർ മെംബ്രെയിൻ അല്ലേ. വാക്യൂളിന്റെ മെംബ്രെയിൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോണോപ്ലാസ്റ്റ്. അപ്പോൾ പ്ലാന്റിൽ നിർബന്ധമായും എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എന്താ എൻഡോമെംബ്രെയിൻ സിസ്റ്റം? നമ്മൾ എൻഡോമെംബ്രെയിൻ സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. സോ എൻഡോമെംബ്രെയിൻ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 4 things. എക്സാമിന് നേരിട്ട് നമ്മളോട് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം, ദിസ് എൻഡോമെംബ്രെയിൻ സിസ്റ്റം consists of, that is your first one, endoplasmic reticulum. ER stands for the endoplasmic reticulum. Then you can observe Golgi apparatus or Golgi complex. Golgi complex. Then lysosome. Finally vacuole. ഈ 4 എണ്ണമാണ് എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ വരുന്നത്. അതായത് പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന 4 ഓർഗനൽസ് ഉണ്ട്. ഇതിൽ മൈറ്റോകോൺഡ്രിയയും അതുപോലെ നമുക്ക് ക്ലോറോപ്ലാസ്റ്റ് ഒന്നും ഉൾപ്പെടുത്തണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല. കാരണം പ്രോട്ടീൻ സിന്തസിസ് നടന്നിട്ട് ERന്റെ പുറത്ത് വെച്ചിട്ടില്ലേ പ്രോട്ടീൻ സിന്തസിസ് നടക്കുക. എന്നിട്ട് ആ ERന്ന് പ്രോട്ടീൻസ് ഒക്കെ അതിൻ്റെ മാറ്റങ്ങൾ വരുത്താനായിട്ട് മെച്യൂർ ആകാനും ഒക്കെ ഗോൾജിയിലേക്ക് കൊണ്ടുപോകും. ഗോൾജിയിൽ നിന്ന് അത് നേരെ ഏത് ഭാഗത്തേക്കാണോ ടാർഗറ്റിലേക്ക് അനാവശ്യമായിട്ടുള്ളതാണെങ്കിൽ നശിപ്പിക്കാൻ ലൈസോസോമിൽ കൊണ്ടുപോകും. പിന്നെ ഏത് ടാർഗറ്റിലേക്കാണ് കൊണ്ടുപോകണമെങ്കിൽ അത് ഗോൾജി തീരുമാനിച്ച് അതിനെ ഓരോരോ നിശ്ചിത ഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കും. പിന്നെ വാക്യൂൾ അതിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് വാക്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമുക്ക് എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. ശരി, അപ്പോൾ 4 ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സോ നമുക്ക് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി വാക്യൂൾ ഇൻ പ്ലാന്റ് സെൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ നൗ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many types of plastids are there in a plant cell? Plastids എത്ര ടൈപ്പ് ആണ്? പ്ലാസ്റ്റിഡ്സ് എന്താ? അതും ഈ പറഞ്ഞ പോലെ നമുക്ക് 2-3 തരം പ്ലാസ്റ്റിഡ് നമ്മൾ പഠിച്ചതാണ്. ക്രോമോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. കളേർഡ് പ്ലാസ്റ്റിഡ്സിനെ വിളിക്കുന്ന പേരാണ് ക്രോമോപ്ലാസ്റ്റ്. കളർലെസ് പ്ലാസ്റ്റിഡ്സ് ആർ സെറ്റ് ടു ബി യുവർ അതേതാ ല്യൂക്കോപ്ലാസ്റ്റ്. ല്യൂക്കോപ്ലാസ്റ്റിന്റെ 3 വിധമുണ്ട്. ഏതൊക്കെയാ? അമൈലോപ്ലാസ്റ്റ്, എലായോപ്ലാസ്റ്റ്, അല്യൂറോപ്ലാസ്റ്റ്. ഇത് 3ഉം ഏതാ? ല്യൂക്കോപ്ലാസ്റ്റ് ആണ്. ഇതിനകത്ത് ഏതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം? ഈ പേര് കേൾക്കുമ്പോഴേ നമുക്ക്
രണ്ടെണ്ണം കേൾക്കുമ്പോഴേ മനസ്സിലാകണം, ബാക്കി ഒന്ന് ഓർമ്മയിൽ വരും ചെയ്യും. അമൈലോപ്ലാസ്റ്റ്. സോ അമൈലോപ്ലാസ്റ്റ് ഈസ് ദ വൺ. അമൈലോ അതെന്തുമായി എപ്പോഴും ബന്ധമുള്ളതാണ്? സ്റ്റാർച്ച്. സോ അമൈലോ ഈസ് ദ ടേം വിച്ച് ഈസ് റിലേറ്റഡ് ടു വാട്ട്? സ്റ്റാർച്ച്. സോ സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുന്ന പ്ലാസ്റ്റിഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് amyloplast. So the plastid that stores what? Starch is called as the amyloplast. Now you come to the aleuroplast. മക്കളെ അല്യൂറോ എന്നുള്ള വാക്ക് നമ്മൾ എവിടെയാണ് കേട്ടിരിക്കുന്നത്? അല്യൂറോപ്ലാസ്റ്റ്. അല്യൂറോ നമ്മൾ കേട്ടിരിക്കുന്നത് എവിടെ? അല്യൂറോപ്ലാസ്റ്റ്. പ്രോട്ടീനുമായി ബന്ധപ്പെട്ട് ഒരു ലെയർ, പ്രോട്ടീനേഷ്യസ് ലെയർ, മോണോകോട്ട് സീഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്യൂറോപ്ലാസ്റ്റ്. ഓക്കെ, സോ ആ പ്രോട്ടീൻ റിച്ച് ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അല്യൂറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്യൂറോപ്ലാസ്റ്റ്. അപ്പോൾ പ്രോട്ടീൻസിനെ പ്രോട്ടീനീസ് ലെയർ അല്യൂറോപ്ലാസ്റ്റ് എന്നല്ല, പ്രോട്ടീനേഷ്യസ് ലെയർ ആണ് അല്യൂറോൺ ലെയർ. ഇവിടെ അല്യൂറോ എന്നുള്ള ടേം പ്രോട്ടീനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആലോചിച്ച് വെക്കാം, പ്രോട്ടീൻ കണ്ടെയ്ൻ ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു പ്ലാസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അല്യൂറോപ്ലാസ്റ്റ്. നൗ യു കം ടു ദ എലായോപ്ലാസ്റ്റ്. സോ എന്താ എലായോപ്ലാസ്റ്റിന്റെ പ്രത്യേകത? അത് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഭാഗമാണ് എലായോപ്ലാസ്റ്റ്. അതുപോലെ തന്നെ മറ്റൊരു പ്ലാസ്റ്റിഡ് ഉണ്ട്, ദാറ്റ് ഈസ് യുവർ ക്ലോറോപ്ലാസ്റ്റ്. ഗ്രീൻ കളേർഡ് പ്ലാസ്റ്റിഡ് ആണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. എന്താ ക്ലോറോപ്ലാസ്റ്റിന്റെ പ്രത്യേകത? ഫോട്ടോസിന്തസിസ് എന്നുള്ള പ്രോസസ്സ് ചെയ്യാൻ ആവശ്യമായതാണല്ലേ ക്ലോറോപ്ലാസ്റ്റ്. ഫോട്ടോസിന്തസിസ്. എന്താ ഫോട്ടോസിന്തസിസ്? Photosynthesis. So what is photosynthesis? In the presence of sunlight, green plants produces what? Glucose by utilizing carbon dioxide. അതുപോലെ മിനറൽസ്, വാട്ടർ എവിടെ വെച്ചിട്ടാണ് നടക്കുക? ക്ലോറോഫിൽ. ക്ലോറോഫിലിന്റെ സഹായത്തോടു കൂടെ ലീഫിൽ ഓർ ഗ്രീൻ പാർട്സ് ഓഫ് ദി പ്ലാന്റ് അവിടെ നടക്കുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിനകത്താണല്ലോ നടക്കുക. അപ്പോൾ പ്ലാസ്റ്റിഡ് പഠിക്കുമ്പോൾ നമുക്ക് ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ കൂടെ അറിയണം നിർബന്ധമായും. എക്സാമിന് ചോദിക്കുകയാണ് ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ഗ്രാന, വാട്ട് ഈസ് തൈലക്കോയിഡ്, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയണം. സോ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ആൻസർ ഫോർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യം വാട്ട് ആർ തൈലക്കോയിഡ്സ് എന്നുള്ളതാ ചോദ്യം. എന്താണ് തൈലക്കോയിഡ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിന്റെ ഡയഗ്രം നമുക്ക് അറിയേണ്ടതുണ്ട്. സോ നമുക്ക് ഇനി ക്ലോറോപ്ലാസ്റ്റിന്റെ ഡയഗ്രം ഒന്ന് പഠിക്കാം കേട്ടോ. സോ മൈറ്റോകോൺട്രിയ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഡബിൾ ലെയേർഡ് സ്ട്രക്ചർ ആണ് ദീസ് ക്ലോറോപ്ലാസ്റ്റ്. ഉണ്ടോ? ഇന്നർ മെംബ്രെയിൻ, also you can observe the outer membrane. Inner membrane, also you can observe the outer membrane. This is inner membrane, this is outer membrane. Okay. അപ്പോൾ ഇനി നമുക്ക് ഈ ടോട്ടൽ ഭാഗം, ഇനി നമുക്ക് ഈ ഭാഗത്തുള്ള ഇതിനകത്തുള്ള ടോട്ടൽ പോർഷൻസിന് നമ്മളൊരു പേര് വിളിക്കുകയാണ്. ദാറ്റ് ഈസ് യുവർ സ്ട്രോമ. And the stroma contains, stromയിൽ you can observe membranous stalk-like structures. That membranous stalk-like structures ന് ഒരു പേരുണ്ട്, which is said to be your grana. So that is the membranous stalk-like structures are referred as the grana. So these are said to be your grana. And the individual unit of this grana is referred as the thylakoid. ഈ ഗ്രാനയുടെ ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് തൈലക്കോയിഡ് എന്ന് പറയുന്നത്. Then inside this thylakoid you can observe what? Lumen. തൈലക്കോയിഡിന്റെ കാവിറ്റിയെ, ഉള്ളിലേക്കുള്ള സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തൈലക്കോയിഡ് ലൂമൻ. ആൻഡ് ദിസ് ഗ്രാന ഓർ തൈലക്കോയിഡ്സ് ആർ, അത് ഒരു കണക്ട് ചെയ്തിരിക്കുന്ന എന്ത് വഴിയാണ്? ദാറ്റ് ഈസ് സ്ട്രോമ ലാമെല്ല. സോ ദിസ് ഈസ് സെഡ് ടു ബി യുവർ stroma lamella. So this is stroma lamella. This is individual units are referred as the thylakoid. അപ്പോൾ ഇവിടെ ചോദ്യം എന്താ? What are thylakoids? So the grana, the individual unit of granas are referred as the thylakoid. അതിനകത്താണ് നമ്മുടെ പിഗ്മെന്റ്സ് ഇരിക്കുന്നത്. ഏതൊക്കെയാണ് നമ്മുടെ പിഗ്മെന്റ്സ്? ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, xanthophyll and carotenoids are the major pigments. അങ്ങനെ പറഞ്ഞുകൂടാ. അതിൽ മേജർ പിഗ്മെന്റ്സ് എന്ന് പറയുന്നത് ഏതാണ്? എ ആണ്. പ്രധാനപ്പെട്ട 4 പിഗ്മെന്റ്സിന് ഞാനിവിടെ പറഞ്ഞു ഹയർ പ്ലാന്റ്സിലുള്ളത്. ദാറ്റ് ഈസ് ഈ ക്ലോറോഫിൽ ബിയും xanthophyllum carotenoidum ഏത് പിഗ്മെന്റാ?
അവരെ ഹെൽപ്പിംഗ് പിഗ്മെന്റ്സ് ആണ്, ആക്സസറി പിഗ്മെന്റ്സ് ആണ്. ഇതിൽ തന്നെ ചീഫ് പിഗ്മെന്റ് എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഫോട്ടോസിന്തസിൽ നേരിട്ട് പങ്കെടുക്കുന്ന പിഗ്മെന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സെറ്റ് ടു ബി യുവർ, അതാരാണ്? അത് ക്ലോറോഫില്ലയാണ്. സോ വാട്ട് ആർ തൈലക്കോയിഡ്സ്? അപ്പം നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. And now we move on to the next question, that is your, what is the fluid mosaic model of plasma membrane? So plasma membrane de fluid mosaic model ആണ് ചോദിച്ചിട്ടുള്ളത്. Fluid mosaic model of plasma membrane. So this is the phospholipid bilayer. Okay, so this is the phospholipid bilayer. So this is the phospholipid bilayer. Hydrophilic tails, hydrophilic portion outside, then hydrophobic tails എവിടെയാണ്? ഉള്ളിലാണ് വരിക. Then also we can observe some proteins, peripheral proteins, and also we can observe some integral proteins. They are buried partially or completely. അത്തരം പ്രോട്ടീൻസിനെ വിളിക്കുന്ന പേരാണ് integral or intrinsic protein എന്ന് പറയും. Then also you can have some proteins present on the surface. അതിനെ വിളിക്കുന്ന പേര് peripheral protein. അപ്പോൾ ലിപ്പിഡും അതുപോലെ ഫാറ്റും പ്രോട്ടീനും, ലിപ്പിഡും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്, ക്വാസി ഫ്ലൂയിഡ് ലൈക്ക് മോഡലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. ആൻഡ് ദിസ് model was proposed by Singer and Nicholson. Singer and Nicholson in the year of 1972. Very important scientist. ഇപ്പോൾ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ ഇതിലൂടെയാണ് സെൽ മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിൻ, ഇതൊരു സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് ഇവിടെ പറയാറുണ്ട്. സോ വാട്ട് ഈസ് ഈ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ? സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. So what are these selectively permeable membrane? Which will not allow the entry of all particles. എല്ലാവരും കടത്തി വിടില്ല, അത്യാവശ്യക്കാരെ മാത്രം, അതായത് സെലക്ട് ചെയ്ത സബ്സ്റ്റൻസിനെ മാത്രം, പാർട്ടിക്കിൾസിനെ മാത്രം കടത്തി വിടുന്ന കഴിവ് അവർക്കുള്ളത്. That is said to be semi permeable membrane അല്ലെങ്കിൽ selectively permeable membrane. So this is the fluid mosaic model of plasma membrane. And now here another question. Choose from the bracket the name of the parts of a bacterial cell that constitute extragenomic DNA. അപ്പം ഇതിൽ നമുക്ക് 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട് ബ്രാക്കറ്റിൽ. മീസോസോം, പ്ലാസ്മിഡ്, ബേസൽ ബോഡി. 4 ഇല്ല, 3 ഉള്ളൂ അല്ലേ? മീസോസോം, പ്ലാസ്മിഡ്, ബേസൽ ബോഡി. അപ്പോൾ ഇതിൽ റൈറ്റ് എനി വൺ ഓഫ് ഇറ്റ്സ് ഫങ്ഷൻസ്. ഇതിലെ ഫങ്ഷൻസ്, ഇതിലെ റൈറ്റ് എനി വൺ ഓഫ് ഇറ്റ്സ് ഫങ്ഷൻസ്. അപ്പോൾ ഇവിടെ ബേസൽ, മീസോസോമ, പ്ലാസ്മിഡ്, ബേസൽ ബോഡി തന്നിട്ടുണ്ട്. അതിൽ നമ്മളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ചൂസ് ഫ്രം ദി ബ്രാക്കറ്റ് ദ നെയിം ഓഫ് ദി പാർട്ട് ഓഫ് ബാക്ടീരിയൽ സെൽ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എക്സ്ട്രാ ജിനോമിക് DNA. ബാക്ടീരിയയുടെ ജിനോമിക് DNA ഇതാണെങ്കിൽ അത് കൂടാതെ എക്സ്ട്രാ ജിനോമിക് DNA നമുക്ക് വശങ്ങളിൽ ഇങ്ങനെ കാണാൻ പറ്റും. അവയെ വിളിക്കുന്ന പേരാണ് നത്തിങ് ബട്ട് പ്ലാസ്മിഡ്. ഇൻവോൾവ് ഇൻ വാട്ട്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഒക്കെ വേണ്ടിയിട്ട് പ്ലാസ്മിഡ് ബാക്ടീരിയൽ സെല്ലിലുണ്ട്. So first any one of its function involved in what? They involved in sexual reproduction of bacteria. And now comment on its practical application. So plasmids can be used as what? Vector. So what is vector? So vectors are nothing but they are the carrying vehicle of gene. Recombinant DNA ടെക്നോളജിയിൽ, ബയോടെക്നോളജിയിൽ നമുക്ക് വെക്ടേഴ്സിനെ എന്തായിട്ട് ഉപയോഗിക്കാം? They are said to be the carrying vehicle of gene. നമുക്ക് ജീൻ ട്രാൻസ്ഫർ ചെയ്യാൻ, ഒരു ഓർഗാനിസത്തിൽ നിന്ന് അടുത്ത ഓർഗാനിസത്തിലേക്ക് ജീൻ ട്രാൻസ്ഫർ മെക്കാനിസത്തിന് വേണ്ടിയിട്ട് ആരെ ഉപയോഗിക്കാൻ പറ്റും? ദിസ് plasmid can be. So plasmids can be used as what? Vector. So this is the answer for. അപ്പം നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിലെ പ്ലാസ്മിഡ് എന്താണ്, പ്ലാസ്മിഡിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും അല്ലേ? മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, യൂക്കാരിയോട്ടിക് cells have
any membrane bound or organelles like endoplasmic reticulum, Golgi complex, mitochondria, etc. Can you give an example of non-membrane bound organelle? So eukaryotic cells have any membrane bound organelles like endoplasmic reticulum, Golgi complex, mitochondria, etc. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് യുക്കാരിയോട്ടിക് സെൽസിൽ നമുക്ക് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ ഉണ്ട്. അതായത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി, മൈറ്റോകോൺട്രിയ അതൊക്കെ മെംബ്രെയിൻ ബൗണ്ട് ആണ്. ക്യാൻ യു ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ? സോ നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലിന് എക്സാമ്പിൾ ആണ് യുവർ റൈബോസോം. So ribosomes are said to be non-membrane bound organelle. So examples for this non-membrane bound organelle are said to be your ribosome. So I have already mentioned the function of this ribosome involved in what? Protein synthesis. അല്ലെ protein synthesis ഉള്ളതാണ് റൈബോസോം. അതുകൊണ്ട് തന്നെ അത് പ്രൊകാരിയോട്സിലുണ്ട്, യുക്കാരിയോട്സിലുണ്ട്. നോൺ മെംബ്രെയിൻ ബൗണ്ട് ആയതുകൊണ്ടാണ്. അത് നമുക്ക് ബാക്ടീരിയയിലും കാണാം, അതുപോലെ പ്രൊകാരിയോട്ടിക് സെല്ലിലും കാണാം, യുക്കാരിയോട്ടിക് സെല്ലിലും കാണാം. So these simple answer. Now the following is a list of cell organelles: nucleus, endoplasmic reticulum, lysosomes, chloroplast, Golgi complex, mitochondria and ribosomes. So they have given first one nucleus, then endoplasmic reticulum, then lysosome, then chloroplast, then you can observe Golgi complex, then fifth one that is mitochondria, sixth one, then seventh one ribosomes. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഫങ്ഷൻ എന്താണെന്ന് അറിയാം. ചോദ്യമുണ്ട്, ഐഡന്റിഫൈ ദ ഓർഗനൽസ് വിത്ത് ഡബിൾ മെംബ്രെയിൻ എൻവലപ്പ്. ഈ തന്നതിൽ ഡബിൾ മെംബ്രെയിൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. രണ്ട് മെംബ്രെയിൻ ഉള്ളത് ഏതെല്ലാമാണെന്ന് നോക്കാം. ഡബിൾ മെംബ്രെയിൻസ് ഓൾറെഡി വി ഹാവ് സ്റ്റഡിഡ് അബൌട്ട് ടു. നമ്മൾ രണ്ടെണ്ണം പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? രണ്ട് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് നമ്മൾ ആദ്യമേ പഠിച്ചു കഴിഞ്ഞതാ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് ഡബിൾ മെംബ്രെയിൻ ഉണ്ടോ? ഇല്ല. സോ ന്യൂക്ലിയസ് രണ്ട് മെംബ്രെയിൻ ഉണ്ട്. ന്യൂക്ലിയർ മെംബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് ടു, അല്ലെ, ടു ലെയേഴ്സ്, രണ്ട് മെംബ്രെയിനാണ് ഉള്ളത്. ദെൻ ഇതില് ക്ലോറോപ്ലാസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ടു മെംബ്രെയിൻസ്, രണ്ട് മെംബ്രെയിൻ ഉണ്ട്. ദെൻ ഗോൾജി കോംപ്ലക്സ് ഇല്ലല്ലോ. ഗോൾജി കോംപ്ലക്സ് ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ അല്ലേ, അത് സിംഗിൾ മെംബ്രെയിൻ ആണ്. ദെൻ മൈറ്റോകോൺട്രിയ. So the answer, identify the organelle with double membrane envelope, that is said to be your chloroplast, nucleus, then you have the mitochondria. Okay. So now next question, mention the functions of these organelles. ഈ ഓർഗനൽസിന്റെ ഫംഗ്ഷൻ നമുക്ക് അറിയണം. സോ നമുക്ക് ഓരോന്ന് നോക്കാം. ന്യൂക്ലിയസ്. So what is the function of this nucleus? So nucleus is the controlling center of the cell which contain the DNA. ഒരു സെല്ലിന്റെ ആക്ടിവിറ്റീസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ന്യൂക്ലിയസ്. സോ ഇറ്റ് ഇസ് എ കൺട്രോളിംഗ് സെന്റർ ഓഫ് സെൽ. ആൻഡ് നെക്സ്റ്റ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സോ ഓൾറെഡി വി ഹാവ് മെൻഷൻ ദ ഫംഗ്ഷൻ ഓഫ് ദിസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്? ഇറ്റ്സ് ഇൻവോൾവ് ഇൻ ദ പ്രോട്ടീൻ സിന്തസിസ് ആസ് വെൽ ആസ് ലിപ്പിഡ് സിന്തസിസ്. ഇഫ് ഇറ്റ് ഈസ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇൻവോൾവ് ഇൻ ദ പ്രോട്ടീൻ സിന്തസിസ്. ഇഫ് ഇറ്റ് ഈസ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇൻവോൾവ് ഇൻ ദ ലിപ്പിഡ് ബയോസിന്തസിസ്. Lysosome. So what is the function of this lysosome? The digestive part of a cell. Digestive. Suicidal bags എന്നൊക്കെ പറയും. അനാവശ്യമായ പ്രോട്ടീൻസിനെ, ആവശ്യമില്ലാത്തതിനെ ലൈറ്റിക് എൻസൈംസ് ഒക്കെ ധാരാളമായിട്ടുള്ളതാ. ലൈറ്റിക് എൻസൈംസ് ക്ലീവ് ചെയ്യാനേ, നശിപ്പിക്കാനൊക്കെ, ഡൈജസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ട എൻസൈംസ് ലൈസോസോമിനകത്തുണ്ട്. ഓക്കെ, ലൈസോസോംസ്. ക്ലോറോപ്ലാസ്റ്റ് ഓഫ് കോഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ക്ലോറോപ്ലാസ്റ്റ് ദി സൈഡ് വേർ ഫോട്ടോസിന്തസിസ് ഈസ് ടേക്കിംഗ് പ്ലേസ്. ഫോട്ടോസിന്തസിസ് നടക്കുന്ന സ്ഥലമാണ് ക്ലോറോപ്ലാസ്റ്റ്. Now next, Golgi complex, packaging of materials and distribution. ഒരുപാട് മെറ്റീരിയൽസിനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അത് എന്നിട്ട് നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകണം. അതിന് ആര് വേണം? ഗോൾജി കോംപ്ലക്സ്. So now the mitochondria. So mitochondria is the powerhouse of the cell. Mitochondria is the powerhouse of the cell, which produces what? Helps to produce energy. And already we have mentioned what is ribosomes. So what are ribosomes? So ribosomes are the one which involved in what? Protein synthesis. അപ്പോൾ നമ്മൾ 41 question നമ്മൾ കഴിഞ്ഞു. That is mention the functions of these organelles. So now we move on to the next question.
Observe the given relation and fill in the blanks. Starch, amyloplast, fat. അത് പറയുന്നതിൻ്റെ മുന്നേ മറ്റൊരു പ്ലാസ്റ്റ് കൂടെ ആലോചിക്കണം. ഏതായിരുന്നു അത്? സ്റ്റാർച്ച് അമൈലോ ആണെങ്കിൽ പ്രോട്ടീൻ അതാ ഏതുമായി ബന്ധമുള്ളതാ? പ്രോട്ടീൻ അല്യൂറോപ്ലാസ്റ്റ് അല്ലെ? അപ്പൊ പ്രോട്ടീൻ അല്യൂറോപ്ലാസ്റ്റ്. അതുപോലെയുള്ളത് ഫാറ്റ്. സോ വിച്ച് Elaioplast. So Elaioplast is the one that contain fat. Okay, so simple question aanu. So next, state whether the statements are true or false. If false, correct the statements by changing the underlined words. So ഇവിടെ നമുക്ക് underlined words ഉണ്ട്. അപ്പോൾ നമുക്ക് underlined words ഏതാണെന്ന് നോക്കാം. So here true or false നോക്കിയാൽ മതി. അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് വായിച്ചാലേ മനസ്സിലാവും അല്ലേ? അല്യൂറോപ്ലാസ്റ്റ് ഓർ കാർബോഹൈഡ്രേറ്റ്സ് എന്നാണ് പറഞ്ഞത്. അല്യൂറോപ്ലാസ്റ്റ് അതിപ്പോൾ കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ. അല്യൂറോപ്ലാസ്റ്റിലെ കാർബോഹൈഡ്രേറ്റ്സ് ആണോ ഉണ്ടാവുക? അല്യൂറോപ്ലാസ്റ്റ് ഏതുമായി ബന്ധമുള്ളതാ? അല്യൂറോപ്ലാസ്റ്റ് വിച്ച് കണ്ടെയ്ൻ വാട്ട്? പറയാം എല്ലാവർക്കും. ദാറ്റ് ഈസ് അല്യൂറോപ്ലാസ്റ്റ് ആർ ദ വൺ ദാറ്റ് കണ്ടെയ്ൻ പ്രോട്ടീൻസ്. അല്യൂറോൺ ലെയർ ഒക്കെ ആലോചിച്ചാൽ മതി. നെക്സ്റ്റ്, so this is false. The centrioles form the basal body of the cilia and flagella. Flagella എന്തിനു വേണ്ടിയിട്ടാണ്? മൂവ്മെന്റ്, ബാക്ടീരിയയുടെ മൂവ്മെന്റിനൊക്കെ വേണ്ടിയിട്ട്. ഫിലമെന്റ്, ഹുക്ക് ആൻഡ് ബേസൽ ബോഡി, അങ്ങനെ 3 ഭാഗങ്ങളുള്ളതാ. ഫിലമെന്റ്, ഹുക്ക് ആൻഡ് ബേസൽ ബോഡി, അതുള്ള ഭാഗമാണ് സീലിയ, ഫ്ലജല്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രിയോൾ ഫോംസ് ദ ബേസൽ ബോഡി ഓഫ് സീലിയ ആൻഡ് ഫ്ലജല്ല. ശരിയാണ്, എക്സാക്ട്ലി ട്രൂ. റൈബോസോംസ് ആർ നോട്ട് സറൗണ്ടഡ് ബൈ മെംബ്രെയിൻസ്. ശരിയാണോ? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ? റൈബോസോംസിന് മെംബ്രെയിൻസ് ഉണ്ടാകുമോ? ഇല്ല. നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനല്ല റൈബോസോം എന്ന് പറയുന്നത്. അതും ശരിയാണ്. RER is the major site of synthesis of lipids. RERലെ ലിപ്പിഡ്സിന്റെ സിന്തസിസ് ആണെന്നാണ് പറഞ്ഞത്. ശരിയാണോ? നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത പ്രകാരം RERല് എന്താ? റഫ് എൻഡോപ്ലാസ്റ്റിക്കുലം is the one that is attached with the what? റൈബോസോംസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗമാണല്ലോ. അതുകൊണ്ട് അത് ലിപ്പിഡ്സ് അല്ല. ഇൻവോൾവ്ഡ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. സോ റൈബോസോംസ് ആർ ഇൻവോൾവ്ഡ് ഇൻ വാട്ട്? പ്രോട്ടീൻ സിന്തസിസ്, നോട്ട് ലിപ്പിഡ് സിന്തസിസ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് മനസ്സിലായി. ഇതിൽ ആദ്യത്തെയും അവസാനത്തെയും സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഇടയിലുള്ള 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ several ribosomes are attached. Several ribosomes may attach to a single mRNA and forms a chain which is called as what? അതിനെ വിളിക്കുന്ന പേര് ഒരുപാട് റൈബോസോംസ്. റൈബോസോംസിന് സ്മോളർ സബ് യൂണിറ്റും ഉണ്ടാകും, ലാർജർ സബ് യൂണിറ്റും ഉണ്ടാകും. സോ ദി സ്മോളർ സബ് യൂണിറ്റ്സ് ആൻഡ് ലാർജർ സബ് യൂണിറ്റ്സ് ഒറ്റ mRNA സ്റ്റാൻഡില് അത് വരുമ്പോൾ നമ്മൾ അതിനൊരു പേര് വിളിക്കുകയാണ്. ദാറ്റ് നെയിം ഈസ് റെഫേർഡ് ആസ് യുവർ polyribosomes. So the answer will be polyribosomes or otherwise polysomes. Polyribosomes or polysomes are the one that several mRNA ribosomes may attach to a single mRNA and form the chain which is called as polysomes or polyribosomes. Next, identify the cell organelle which contains hydrolytic enzymes. Hydrolytic enzymes ഉള്ള cell organelle ഏതാണെന്നാണ് ചോദിച്ചത്. Already we have mentioned which organelle contain the hydrolytic enzymes. Digestive property ചെയ്യുന്നത് ആരാ? Digestive property ചെയ്യുന്നത് which is said to be lysosome. So the answer will be lysosome. So lysosomeനകത്താണ്. Lysosome is the one which contain the hydrolytic enzyme. Now, rough endoplasticulum RER and smooth endoplasticulum SER are morphologically and functionally different. Justify this statement. RER ഉം SER ഉം രണ്ട് രീതിയിലാണ്. മോർഫോളജിക്കലി അതുപോലെ ഫങ്ഷണലി ഡിഫറെൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. ശരിയല്ലേ? ശരിയാണല്ലേ? RERല് ആരുടെ അറ്റാച്ച്മെന്റ് ഉണ്ട്? റൈബോസോംസിന്റെ അറ്റാച്ച്മെന്റ് ഉണ്ട്.
SCR റൈബോസോംസ് അറ്റാച്ച് ചെയ്തിട്ടില്ല, ചുമ്മാ ഇങ്ങനെ നിൽക്കുക. ഇവിടെ റൈബോസോംസിൽ നമുക്ക് ഉണ്ടോ? ഇവിടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ റൈബോസോം അറ്റാച്ച് ചെയ്തിട്ട് അവിടെ ഇല്ല. ഇത് മോർഫോളജിക്കലി എക്സ്റ്റേണൽ അപ്പിയറൻസിൽ അവരുടെ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം എന്താ? RER ഇൻവോൾവ് ഇൻ വാട്ട്? പ്രോട്ടീൻ സിന്തസിസ്. ബട്ട് SCR ഇൻവോൾവ് ഇൻ വാട്ട്? ലിപ്പിഡ് സിന്തസിസ്. ഉണ്ടോ? ഫംഗ്ഷന് വ്യത്യാസമുണ്ട്, അവരുടെ മോർഫോളജിയും വ്യത്യാസമുണ്ട്. ഓക്കെ, സോ ഇതാണ് RERും SCRും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നുള്ള ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ ചാപ്റ്ററിൽ അവസാന ഭാഗം ന്യൂക്ലിയസ്, അതിൽ നമ്മുടെ 3-4 ക്രോമസോംസിൻ്റെ പാറ്റേൺ ഉണ്ട്. മെറ്റാസെൻട്രിക്, അക്രോസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക് ആൻഡ് ടിലോസെൻട്രിക്. അപ്പോൾ അതുകൂടെ നമുക്ക് ഓർത്ത് വെക്കേണ്ടതുണ്ട്. സോ അതുകൂടെ ഒന്ന് ആലോചിച്ച് വെക്കുക. സോ ഇത് നമുക്ക് മെറ്റാസെൻട്രിക്, സോ ദിസ് ഈസ് സെറ്റ് ടു ബി യുവർ സബ് മെറ്റാസെൻട്രിക്, ദെൻ സോ ദിസ് സെറ്റ് ടു ബി യുവർ അക്രോസെൻട്രിക് ആൻഡ് ദിസ് ഈസ് ടിലോസെൻട്രിക്. അപ്പോൾ ഡയഗ്രാം തന്നുകൊണ്ട് ഇതിൽ മെറ്റാസെൻട്രിക് ഏതാണ്, സബ് മെറ്റാസെൻട്രിക് ഏതാണ്, അക്രോസെൻട്രിക് ഏതാണ്, ടിലോസെൻട്രിക് ഏതാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അത് മാച്ച് ദ ഫോളോയിങ്ങിൽ നിന്ന് പഠിച്ചു വെക്കണം. ദെൻ ന്യൂക്ലിയസിനെ സംബന്ധിച്ച് വാട്ട് ഈസ് ന്യൂക്ലിയോലസ്, ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയർ പോർ, അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, ന്യൂക്ലിയർ എൻവലപ്പ് എന്താണ്, അതുപോലെ ന്യൂക്ലിയോലസ് എന്താണ്, ന്യൂക്ലിയർ മെംബ്രെയിൻ എന്താണ്, ന്യൂക്ലിയർ മെംബ്രെയിൻ നത്തിങ് ബട്ട് ന്യൂക്ലിയർ എൻവലപ്പ്. അതൊന്ന് ആലോചിച്ച് വെക്കണം. പിന്നെ സയൻറ്റിസ്റ്റ് ഹു ഡിസ്കവേർഡ് ദ നമ്മുടെ ന്യൂക്ലിയസ് ഡിസ്കവർ ദ സയൻറ്റിസ്റ്റ് എന്താ? റോബർട്ട് ബ്രൗൺ. ന്യൂക്ലിയസ് ഡിസ്കവർ ദ സയൻറ്റിസ്റ്റ്. ദെൻ ദ സയൻറ്റിസ്റ്റ് ഹു ഡിസ്കവേർഡ് ദ ഗോൾജി, ദാറ്റ് ഈസ് കാമില്ലോ ഗോൾജി. ആ പേര് തന്നെ കിട്ടുകയാണല്ലേ, കാമില്ലോ ഗോൾജി. Then already we have discussed some scientists, Rudolf Virchow, Theodor Schwann, MJ Schleiden. Then one more scientist, microscope discovered by, ആരാ മൈക്രോസ്കോപ്പ് ഡിസ്കവർ ചെയ്തിരിക്കുന്നത്? മൈക്രോസ്കോപ്പ് ഡിസ്കവേർഡ് ബൈ. നമുക്കൊരു ലിവിങ് സെല്ലിനെ അനലൈസ് ചെയ്യാൻ മൈക്രോസ്കോപ്പിന്റെ സഹായം വന്നതോടുകൂടെയാണ് സയൻസിന്റെ ഫീൽഡ് ഇത്ര മാറിയെന്ന് പറയാറില്ലേ? സോ ആന്റോൺ വോൺ ലീവൻ ഹുക്ക് ഇത് സയന്റിസ്റ്റ്. അത്തരം പേരുകളൊക്കെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. സയന്റിസ്റ്റുകളുടെ പേരുകൾ, അവരുടെ കോൺട്രിബ്യൂഷൻസ് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ സെൽ ഓർഗനൽസിന്റെ വിധങ്ങളായ ഫങ്ഷൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് അടുത്തതായിട്ട് അതുപോലെ അനാട്ടമിയിലെ പ്രത്യേകിച്ച് സയന്റിസ്റ്റുകളുടെ പേര് നമുക്ക് അങ്ങനെ ആലോചിച്ച് വെക്കാനില്ല. അനാട്ടമിയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അനാട്ടമിയിൽ ആദ്യത്തെ ഭാഗങ്ങൾ ദാറ്റ് ഈസ് മെരിസ്റ്റംസ്, ടൈപ്സ് ഓഫ് മെരിസ്റ്റംസ്, അതുപോലെ തന്നെ ഓരോരോ മെരിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്താണ്, മെരിസ്റ്റം ചെയ്യുക, ആക്സിലറി ബഡ് എന്താണ്, ആക്സിലറി ബഡ് എവിടുന്നാണ് ഫോം ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാനുള്ള സാധ്യത ഉണ്ട്. സോ നൗ അതിലെ അവസാന ഭാഗം സെക്കൻഡറി ഗ്രോത്ത് ആൻഡ് നെക്സ്റ്റ് പോർഷൻസ്. അപ്പോൾ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നൗ ദ ലാസ്റ്റ് ചാപ്റ്റർ ദാറ്റ് ഈസ് യുവർ സെൽ ആൻഡ് സെൽ ദ യൂണിറ്റ്, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. അപ്പോൾ അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ബോർഡ് എക്സാമിന് നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പം എല്ലാവരും നന്നായിട്ട് ഈ 3 ചാപ്റ്റേഴ്സ് മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സിനൊപ്പം തന്നെ നമ്മുടെ ഈ 3 ചാപ്റ്ററും നന്നായിട്ട് നോക്കുക. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തത് ഒന്നുകൂടെ നോക്കുക. ഇനി നിങ്ങളുടേതായ രീതിയിൽ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് സ്വന്തമായി ചെയ്യുക. മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും എല്ലാം നന്നായിട്ട് ചെയ്യുക. എല്ലാവർക്കും ഈ ചാപ്റ്ററിന് എല്ലാ ക്വസ്റ്റ്യൻസും എഴുതാൻ സാധിക്കും. So shall we wind up today's session? Okay, thank you my dear students.